നിൻപാദം ഗതിയെ എന്നാള് സ്തുതിയെ എന്നുള്ള ഗാനം പാടാം. 402 ഗാനം. ഗതിയെ എന്നാളും സ്തുതിയെ നിന്നെ എന്നെ ആരെ പുകഴ്ത്തും യേശുവേ. ദിവ്യ സ്നേഹമുള്ളിൽ വന്നല്ലോ നിൻ പാദം ഗതിയെ എന്നാളും സ്തുതിയെ നിന്നെ എന്നെ ആരെ പുകഴ്ത്തും യേശുവേ. ദിവ്യ സ്നേഹമുള്ളിൽ വന്നല്ലോ. പരിശുദ്ധനേ പരപരനേ ഗുരുവേ കൃപയിൽ വരമരുൾക. പരിശുദ്ധനേ പരപരനേ ഗുരുവേ കൃപയിൽ വരമരുൾക. തേടിയതാൽ കണ്ടു നിന്നെ പാടുവാൻ പാട്ടുകൾ തന്നെനിക്ക്. തേടിയതാൽ കണ്ടു നിന്നെ പാടുവാൻ പാട്ടുകൾ തന്നെനിക്ക്. നിൻ പാദം ഗതിയെ എന്നാളും സ്തുതിയെ നിന്നെ എന്നെ ആരെ പുകഴ്ത്തും യേശുവേ. ദിവ്യ സ്നേഹമുള്ളിൽ വന്നല്ലോ. പുതു എണ്ണയാ പുതുബലത്താ പുതിയ കൃപയും പുതുഗീതവും. പുതു എണ്ണയാൽ പുതുബലത്താൽ പുതിയ കൃപയും പുതുഗീതവും നൽകി നിത്യം നടത്തുന്നെന്നെ പുതിയതാം ശാലേമിൽ ചേരും വരെ. നൽകി നിത്യം നടത്തുന്നെന്നെ പുതിയതാം ശാലേമിൽ ചേരും വരെ. നിൻ പാദം ഗതിയെ എന്നാളും സ്തുതിയെ നിന്നെ എന്നെ ആരെ പുകഴ്ത്തും യേശുവേ. ഉള്ളിൽ വന്നല്ലോ. ഞെരുക്കത്തിൽ ഞാൻ നിന്നെ വിളിച്ചു അരികിൽ അണച്ചു നടത്തി എന്നെ. ഞെരുക്കത്തിൽ ഞാൻ നിന്നെ വിളിച്ചു അരികിൽ അണച്ചു നടത്തി എന്നെ. ദേശമെങ്ങും മലഞ്ഞിടാതെ തീവ്രമായി വന്നെന്നെ താങ്ങിയല്ലോ. ദേശമെങ്ങും അലഞ്ഞിടാതെ തീവ്രമായി വന്നെന്നെ താങ്ങിയല്ലോ. നിൻ പാദം ഗതിയെ എന്നാളും സ്തുതിയെ നിന്നെ എന്നെ ആരെ പുകഴ്ത്തും യേശുവേ. ദിവ്യ സ്നേഹമുള്ളിൽ വന്നല്ലോ. ഫലം തരും നൽ മുന്തിരി നീ കൊമ്പായടിയൻ ചേർന്നു നിൽക്കും. ഫലം തരും നൽ ചേർന്നു നിൽക്കും. വെടിപ്പാക്കും നീ ചേത്തി എന്നെ കർത്തനെ നിത്യവും പരിപാലിക്കും. വെടിപ്പാക്കും നീ ചേത്തി എന്നെ കർത്തനെ നിത്യവും പരിപാലിക്കും. നിൻ പാദം ഗതിയെ എന്നാളും സ്തുതിയെ നിന്നെ എന്നെ ആരെ പുകഴ്ത്തും യേശുവേ. ദിവ്യ സ്നേഹമുള്ളിൽ വന്നല്ലോ. എന്നരുമാ നാഥനെ ജീവനെ ദിവ്യ നായകനെ.
എന്നരുമാ നാഥനെ എൻ ജീവനെ ദിവ്യ നായകനെ സ്നേഹിക്കുന്നേ യേശുവേ നിൻ സ്നേഹമുഖമെന്നു കണ്ടിടുമോ സ്നേഹിക്കുന്നേ യേശുവേ നിൻ സ്നേഹമുഖമെന്നു കണ്ടിടുമോ നിൻ പാദം ഗതിയെ എന്നാളും സ്തുതിയെ നിന്നെ എന്നെ ആരെ പുകഴ്ത്തും യേശുവേ ദിവ്യ സ്നേഹമുള്ളിൽ വന്നല്ലോ പരിപൂർണമായി പുകഴിടമായി പരിപാവനമാം കൊടുമുടിയിൽ പരിപൂർണമായി പുകഴിടമായി പരിപാവനമാം കൊടുമുടിയിൽ വേഗമായി ഞാൻ ചേർന്നിടുമേ സിയോനെ വാഞ്ചയായി കാത്തിടുമേ വേഗമായി ഞാൻ ചേർന്നിടുമേ സിയോനെ വാഞ്ചയായി കാത്തിടുന്നേ നിൻ പാദം ഗതിയെ എന്നാളും സ്തുതിയെ നിന്നെ എന്നെ ആരെ പുകഴ്ത്തും യേശുവേ ദിവ്യ സ്നേഹമുള്ളിൽ വന്നല്ലോ പുതു എണ്ണയാൽ പുതുബലത്താൽ പുതിയ കൃപയും പുതുഗീതവും പുതു എണ്ണയാൽ പുതുബലത്താൽ പുതിയ കൃപയും പുതുഗീതവും നൽകി നിത്യം നടത്തുന്നെന്നെ പുതിയതാം ശാലേമിൽ ചേരും വരെ നൽകി നിത്യം നടത്തുന്നെന്നെ പുതിയതാം ശാലേമിൽ ചേരും വരെ നിൻ പാദം ഗതിയെ എന്നാളും സ്തുതിയെ നിന്നെ എന്നെ ആരെ പുകഴ്ത്തും യേശുവേ ദിവ്യ സ്നേഹമുള്ളിൽ വന്നല്ലോ ഫലം തരും നൽ മുന്തിരി നീ കൊമ്പായടിയ ചേർന്നു നിൽക്കും ഫലം തരും നൽ മുന്തിരി നീ കൊമ്പായടിയൻ ചേർന്നു നിൽക്കും വെടിപ്പാക്കും നീ ചേത്തി എന്നെ കർത്തനെ നിത്യവും പരിപാലിക്കും വെടിപ്പാക്കും നീ ചേത്തി എന്നെ കർത്തനെ നിത്യവും പരിപാലിക്കും നിൻ പാദം ഗതിയെ എന്നാളും സ്തുതിയെ നിന്നെ എന്നെ ആരെ പുകഴ്ത്തും യേശുവേ ദിവ്യ സ്നേഹമുള്ളിൽ വന്നല്ലോ ഹല്ലേലൂയ 87-ാമത്തെ ഗാനം എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ 87-ാമത്തെ ഗാനം പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിയിടുന്നു ദിനം തോറും എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിയിടുന്നു ദിനം തോറും സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി സന്തോഷവേളയിൽ സന്താപവേളയിൽ
എന്നെ കൈവിടാതെ ആനന്ദന ആമേൻ. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലം അനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. കഷ്ടതയനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിയിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, അന്ത്യം വരെ. മുൻപിൽ ചെങ്കടലാ തിരച്ചാലെതിരാ, പിൻപിൽ വൻവൈരി പിൻഗമിച്ചാർ. മുൻപിൽ ചെങ്കടലാ തിരച്ചാലെതിരാ, പിൻപിൽ വൻവൈരി പിൻഗമിച്ചാർ. ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും ജയാളിയായി. ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും ജയാളിയാ. ആമേൻ. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലം അനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. കഷ്ടതയനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിയിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിയിടും അന്ത്യം വരെ. എരിയും തീച്ചുളയെതിരായെരിഞ്ഞാൽ ശദ്രക്കിനെ പോൽ വീഴ്ത്തപ്പെട്ടാൻ. എരിയും തീച്ചുളയെതിരായെരിഞ്ഞാൽ ശദ്രക്കിനെ പോൽ വീഴ്ത്തപ്പെട്ടാൻ. എന്നോടു കൂടെയും അഗ്നിയിലിറങ്ങി വെന്തിടാതെ പ്രിയൻ വീടുവയ്ക്കും. എന്നോടു കൂടെയും അഗ്നിയിലിറങ്ങി വെന്തിടാതെ പ്രിയൻ വീടുവയ്ക്കും. ആമേൻ. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലം അനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. കഷ്ടതയനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിയിടും. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിയിടും അന്ത്യം വരെ. ഗർജിക്കും സിംഹങ്ങൾ വസിക്കും ഗുഹയിൽ ദാനിയേലെ പോൽ വീഴ്ത്തപ്പെട്ടാൻ. ഗർജിക്കും സിംഹങ്ങൾ വസിക്കും ഗുഹയിൽ ദാനിയേലെ പോൽ വീഴ്ത്തപ്പെട്ടാൻ. സിംഹത്തെ സൃഷ്ടിച്ച എൻ സ്നേഹനായകൻ കൺമണി പോലെന്നെ കാത്തുകൊള്ളും. സിംഹത്തെ സൃഷ്ടിച്ച എൻ സ്നേഹനായകൻ കൺമണി പോലെന്നെ ഹല്ലേലൂയ. പതറുകയില്ല ഞാൻ, പ്രതികൂലം അനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. കഷ്ടതയനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിയിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിയിടും അന്ത്യം വരെ. കെരിതു തോട്ടിലെ വെള്ളം വറ്റിയാലും കാക്കയിൻ വരവു നിന്നിടിലും
എരിതു തോട്ടിലെ വെള്ളം വറ്റിയാലും കാക്കയിൻ വരവു നിന്നിടിലും. സറഫത്തൊരുക്കി ഏലാവെ പോറ്റിയ എൻ പ്രിയൻ എന്നെയും പോറ്റിക്കൊള്ളും. സറഫത്തൊരുക്കി ഏലാവെ പോറ്റിയ എൻ പ്രിയൻ എന്നെയും പോറ്റിക്കൊള്ളും. ആമേൻ. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂലം അനവധി വന്നിടിലും. വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, കഷ്ടതയനവധി വന്നിടിലും. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, സ്തോത്രം. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും. എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. മണ്ണോടു മണ്ണായി ഞാൻ അമർന്നു പോയാലും എൻ കാന്തനേശു കൈവിടില്ല. മണ്ണോടു മണ്ണായി ഞാൻ അമർന്നു പോയാലും എൻ കാന്തനേശു കൈവിടില്ല. എന്നെ ഉയർപ്പിക്കും നിൻ ശരീരത്തോടെ കൈക്കൊള്ളും മേഴേ മഹത്വത്തിൽ. എന്നെ ഉയർപ്പിക്കും നിൻ ശരീരത്തോടെ കൈക്കൊള്ളും മേഴേ മഹത്വത്തിൽ. ആമേൻ. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂലം അനവധി വന്നിടിലും. വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, കഷ്ടതയനവധി വന്നിടിലും. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും. എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും. എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എല്ലാവരും കണ്ണുകളടയ്ക്കാം. കരിമ്പ ശശിയേട്ടൻ മുമ്പിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥന. പരിശുദ്ധനായ ദൈവത്തിന് സ്തോത്രം. സ്നേഹസ്വരൂപനായ കർത്താവിന് സ്തോത്രം. കർത്താവെ, അകലെ കണ്ടത്തോടും കാരുണ്യവാനും നിത്യനും നീതിമാനുമായി ഞങ്ങളുടെ സ്വർഗീതാന്തയമേ, അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു പകൽക്കാലം തന്നുകൊണ്ട് നാഥ, ഇന്ന് നിന്റെ ജനത്തെ കൂട്ടിയിരുത്തുവാൻ, അവിടുന്ന് ഇത്രത്തോളം ജനത്തെ കൂട്ടിയിരുത്തിക്കൊണ്ട് നാഥ, അടിയന്റെ സമഷ്ടി യാചിപ്പാനും പ്രാർത്ഥിപ്പാനും പക്ഷപാതം കഴിപ്പാനും കർത്താവെ, ഇന്ന് പകൽക്കാലം ഒരുക്കി തന്ന ദിനത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, നിന്റെ കൃപയും നിന്റെ കരുണയും കാവലും കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നാഥ, വിവിധ ദേശങ്ങളും കുടുംബങ്ങളും ജാതിയിലായിരിക്കുന്ന മക്കളെ വിളിച്ച് വേർതിരിച്ചുകൊണ്ട് സർവ്വശക്തനായ ദൈവമേ, ഇന്ന് പാൽക്കാലം നിന്റെ തിരുസന്നിധിയിൽ കർത്താവെ, വേദനിക്കുന്നവർക്ക് വേണ്ടി, കഷ്ടയിലായിരിക്കുന്നവർക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി കർത്താവെ, അവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ, നീ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ചെവിചായ്ച്ച് അവിടുന്ന് കേട്ടുത്തരമരുളുവാൻ കർത്താവെ, അവിടുന്ന് അനുഗ്രഹിപ്പാൻ നീ എന്ന് വാനസേനയിറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നാഥ, രോഗദുഃഖങ്ങളോട് ആശുപത്രികളിലും ഭവനങ്ങളിലായിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, വിടുവിക്കുന്നതിൻ്റെ സ്വർഗീയരം കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന രക്ഷകനായ ദൈവം, ഇന്ന് പാൽക്കാലം നിൻ്റെ മക്കളെ അവിടുന്ന് അനുഗ്രഹിപ്പാൻ നീ കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിൻ്റെ അത്ഭുതകരത്താൽ അവിടുന്ന് വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്കൂളുകളിലേക്ക് പഠനമായി കടന്നു പോകുന്ന മക്കളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, വഴിയിലും വാഹനത്തിലെല്ലാം കാത്തു പരിപാലിക്കണമേ. അപകടം നിറഞ്ഞ ലോകത്ത് കൺമടി പോലെ കാക്കുന്ന കരം കൂടിയിരിക്കണമേ. ഉപജീവനത്തിൻ്റെ വഴിക്കായി കടന്നു പോകുന്ന മക്കളെ ഓർത്തും പ്രാർത്ഥിക്കുന്ന കർത്താവെ, നിൻ്റെ അത്ഭുതകരം കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നാഥ, ഈ ലോകം നാശത്തിലും നഷ്ടത്തിലും കഷ്ടയിലും കണ്ണീർ രോഗദുഃഖങ്ങളിലായിരിക്കുന്ന നാഥ, അവിടുന്നെല്ലാം വിടുവിപ്പാൻ അവിടുന്ന് മനസ്സാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നാഥ, ഈ ദേശങ്ങളിൽ കർത്താവെ, യൂറോപ്യൻ രാജ്യങ്ങളിൽ കർത്താവെ, അഗ്നിയാൽ അവിടുന്ന് ഭാരപ്പെടുന്ന നാഥ, അവിടുന്ന് അനേക മക്കൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ജീവൻ കർത്താവെ, ആ അഗ്നി ശമിക്കുവാൻ തക്കണം കർത്താവെ, നീ അവിടുന്ന് ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നാഥ, നിന്റെ അത്ഭുതകരത്താൽ വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നാഥ, മദ്യത്തിലും മയക്കുമരുന്ന് നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ തലമുറയെ വീണ്ടെടുത്തുകൊണ്ട് സർവ്വശക്തനായ ദൈവമേ, അവിടുന്ന് അനുഗ്രഹിപ്പാൻ നീ കൂടിയിരിക്കണമേ. അവിടുന്ന്
അവിടുന്ന് ഭരണത്തിലായിരിക്കുന്ന ഈ ഭരണകൂടത്തോട് നീ ഇടപെട്ടുകൊണ്ട് കർത്താവെ എളിയവർക്ക് വേണ്ടി ചെയ്യുവാൻ, എളിയവർക്ക് വേണ്ടി അവിടുന്ന് അവകാശങ്ങളെ നേടിയെടുപ്പാൻ കർത്താവെ നീ അവിടുന്ന് പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന നാഥ. ഈ ഭരണകൂടം കർത്താവെ എളിയവരെ കാണുവാനും കർത്താവെ അവർക്ക് വേണ്ടി ചെയ്യുവാനും കർത്താവെ നീ ഒരുക്കിയിരിക്കുന്നു എങ്കിൽ കർത്താവെ നിന്റെ തിരുസന്നിധിയിൽ യാചിച്ചിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന സർവ്വത്തിനും നീ അവിടുന്ന് ഉത്തരമരുളുന്ന ദൈവമാകിയാൽ കർത്താവെ നിന്റെ കരത്തിലേക്ക് താഴ്ച സമർപ്പിക്കുന്ന നാഥ. നീ അവിടുന്ന് ഉത്തരമരുളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന നാഥ. രോഗദുഃഖങ്ങളോടെ കർത്താവെ അവിടുന്ന് ഭാരപ്പെടുന്ന മക്കളുണ്ട് കർത്താവെ. അവിടുന്ന് ആശുപത്രികളിൽ ഭവനങ്ങളിലും കർത്താവെ വേദനയോടെ നിലവിളിക്കുന്ന അനേക മക്കളുടെ നാഥ. ഹൃദയ സംബന്ധമായി കിഡ്നി സംബന്ധമായി ക്യാൻസർ രോഗങ്ങളോടെയും കർത്താവെ അനേക മക്കൾ ഭാരപ്പെടുന്ന നാഥ. ഒരു നേരത്തെ മരുന്നിന് പോലും വഴിയില്ലാതെ ഭാരപ്പെടുന്ന അനേക മക്കളുടെ നാഥ നീ കാണുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളാലൊന്നും സാധ്യമല്ലെന്ന് സമ്മതിക്കുന്നു നാഥ. നിനക്കെല്ലാം സാധ്യമാണല്ലോ നാഥ. നീ അസാധ്യമായ കാര്യങ്ങളെ സാധിപ്പിക്കുന്നവരും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വേർചൊല്ലി വിളിക്കുന്നവനും വിടുവിക്കുന്നവനും രക്ഷിക്കുന്നവനും പരിപാലകനുമാകുന്ന കർത്താവെ നിന്റെ കരത്തിലേക്ക് താഴ്ച സമർപ്പിക്കുന്ന പിതാവേ, ഇന്ന് പാൽക്കാലം നീ അവിടെ നിന്റെ മക്കളെ കാണുവാൻ, അവിടുന്ന് അനുഗ്രഹിപ്പാൻ, ആശീർവദിപ്പാൻ കർത്താവെ, രോഗികൾ മേൽ കരം വെച്ച് സൗഖ്യം നൽകുവാൻ കർത്താവെ ഇന്ന് നീ അവിടുന്ന് അനുഗ്രഹിക്കുവാൻ അവിടുന്ന് മനസ്സാകണമെന്ന് പ്രാർത്ഥിക്കുന്ന നാഥ. ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ദേശത്തിൻ്റെ വിടവിൽ നിന്നുകൊണ്ട് അഭയാചന കഴിക്കുമ്പോൾ കർത്താവെ ആവശ്യങ്ങളെല്ലാം നിവർത്തിപ്പാൻ കർത്താവെ നീ അവിടെ ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മദ്യവും മയക്കുമരുന്നെല്ലാം ഈ ഭൂമുഖത്തു നിന്നും നീക്കിക്കളയുവാൻ കർത്താവെ നീ അവിടുന്ന് പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ സർവശക്തനായ ദൈവമേ, ഒരു പറ്റം കർത്താവെ സഹോദരന്മാരെ നിന്റെ തിരുസന്നിധിയിൽ ആക്കി വെച്ചിരിക്കുന്നു എങ്കിൽ കർത്താവെ നീ അവിടുന്ന് മുന്നമേ കാണുന്നവനാവുന്നല്ലോ തമ്പുരാനെ. നീ ഒന്നും അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു തമ്പുരാനെ. നിനക്കെല്ലാം സാധ്യമെന്ന് സമ്മതിക്കുന്നു കർത്താവെ. നീ സാധ്യമാക്കുന്ന നിന്റെ കരം കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പകലന്തിയോളം കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ ആലയത്തിൻ്റെ പണികളെല്ലാം പൂർത്തീകരിപ്പാൻ കർത്താവെ അതെല്ലാം ചന്തമായും ഭംഗിയായും ഒരുക്കുവാൻ സർവശക്ത ഇന്ന് പാൽക്കാലം നീ സഹായിക്കണമേ. സർവ്വ തടസ്സങ്ങളെയും നീക്കണമേ. അനുകൂലമായി നീ അവിടുന്ന് കൂടിയിരിക്കണമേ. നിന്റെ കൃപയുടെ കരം കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളിലൂടെ നീ അവിടുന്ന് പ്രവർത്തിക്കുമെന്ന് വാക്ക് പറഞ്ഞവനാകിയാൽ കർത്താവെ, വാക്ക് പറഞ്ഞവൻ വാക്ക് മാറാത്തവനാകിയാൽ ആകാശവും ഭൂമിയും മാറും, എങ്കിലും എൻ്റെ വചനം മാറുകയില്ല എന്ന് അരുളി ചെയ്തനായ ദൈവമേ, നിന്റെ കരത്തിലേക്ക് താഴ്ച സമർപ്പിക്കുന്ന നാഥ. നിന്റെ മക്കളെ അവിടുന്ന് വഴി നടത്തണം, അനുഗ്രഹിക്കണം, ആശീർവദിക്കണം, ഏകസത്യതയുമായി കൂടിയിരിക്കണം. സർവശക്തനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ അവിടുന്ന് കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ. ഒരു ഗാനം കൂടി നമുക്ക് പാടാം. 266 ഗാനം, എല്ലാം അങ്ങേ മഹത്വത്തിനായി. പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനേ, തിരുനാമമുയർന്നിടട്ടെ. തീർന്നിടണമേ പ്രിയനേ, തിരുനാമമുയർന്നിടട്ടെ. എല്ലാം അങ്ങേ മഹത്വത്തിനാ, സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, ദൈവസ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ, സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, ദൈവസ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ. എന്നിൽ നിൻ സ്വഭാവം പകരണമേ, ദിവ്യ തേജസ്സാൽ എന്നെ നിറയ്ക്കണമേ. എന്നിൽ നിൻ സ്വഭാവം പകരണമേ, ദിവ്യ തേജസ്സാൽ എന്നെ നിറയ്ക്കണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനേ, തിരുനാമമുയർന്നിടട്ടെ. തീർന്നിടണമേ പ്രിയനേ, തിരുനാമമുയർന്നിടട്ടെ. എല്ലാം അങ്ങേ
പകരണമേ. ആത്മദായക നിരന്തരമായി എന്നിൽ ആത്മദാനങ്ങൾ പകരണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ. ഹല്ലേലൂയ. ഉയർന്നിടട്ടെ, തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ, എല്ലാം അങ്ങേ മഹത്വത്തിനായി. നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ, തിരുനാമം ധരിച്ചു ചെയ്യും ക്രിയകൾ. നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ, തിരുനാമം ധരിച്ചു ചെയ്യും ക്രിയകൾ. ഭൂവിൽ ഞങ്ങൾക്കല്ല മാനവനെ, അങ്ങേ വാഴ്വിനായി മാത്രം തീരണമേ. ഭൂവിൽ ഞങ്ങൾക്കല്ല മാനവനെ, അങ്ങേ വാഴ്വിനായി മാത്രം തീരണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ, തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ, എല്ലാം അങ്ങേ മഹത്വത്തിനായി. വക്രത നിറഞ്ഞ പാപലോകത്തിൽ നീ വിളിച്ചു വേർതിരിച്ച നിഞ്ചനം. വക്രത നിറഞ്ഞ പാപലോകത്തിൽ നീ വിളിച്ചു വേർതിരിച്ച നിഞ്ചനം. നിന്റെ പൊന്നുനാമമഹത്വത്തിനായി ദിനം ശോഭിപ്പാൻ കൃപ നൽകണമേ. നിന്റെ പൊന്നുനാമമഹത്വത്തിനായി ദിനം ശോഭിപ്പാൻ കൃപ നൽകണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ, തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ, എല്ലാം അങ്ങേ മഹത്വത്തിനായി. ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ, ആത്മനൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ. ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ, ആത്മനൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ. ആത്മദായക നിരന്തരമായി എന്നിൽ ആത്മദാനങ്ങൾ ഹല്ലേലൂയ. ആത്മദായക നിരന്തരമായി എന്നിൽ ആത്മദാനങ്ങൾ പകരണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ, തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ, എല്ലാം അങ്ങേ മഹത്വത്തിനായി. വക്രത നിറഞ്ഞ പാപലോകത്തിൽ നീ വിളിച്ചു വേർതിരിച്ച നിഞ്ചനം. വക്രത നിറഞ്ഞ പാപലോകത്തിൽ നീ വിളിച്ചു വേർതിരിച്ച നിഞ്ചനം. നിന്റെ പൊന്നുനാമമഹത്വത്തിനായി ദിനം ശോഭിപ്പാൻ കൃപ നൽകണമേ. ഹല്ലേലൂയ.
ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ചൊവ്വാഴ്ച കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകി. 7-ാമത്തെ മാസത്തിൻ്റെ ആദ്യത്തെ ചൊവ്വാഴ്ച ദൈവത്തിൻ്റെ ആലയത്തിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ തക്കവണ്ണം ഇടയാക്കി തീർത്തതായിട്ടുള്ള കൃപയ്ക്കായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വളരെയേറെ തിരക്കുകളും പ്രയാസങ്ങളും എല്ലാം ഉണ്ടായിട്ടും ദൈവത്തിൻ്റെ ആലയത്തിൽ ഇന്ന് ഒരു പറ്റം മക്കൾ കടന്നു വന്നിരിക്കുന്നു. അവർക്കായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ഇന്ന് ദൈവസന്നിധിയിൽ സമശിഷ്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിന്ന് കൂടി വന്നിരിക്കുന്നത് ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ടതിന് വേണ്ടിയാണ്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിപ്പാനും നമുക്കൊരുമിച്ച് ആരാധിപ്പാനും ശലോമോൻ്റെ ആലയത്തിന് സദൃശ്യമായി ദൈവം നമുക്കൊരാലയം നൽകിയിരിക്കുന്നു. ഹാ മനോഹരം യാഹേ നിന്റെ ആലയം എന്ന് പാടുവാൻ തക്കവണ്ണം നമുക്ക് വലിയൊരു ആലയം നൽകി നമ്മെ അനുഗ്രഹിച്ച ദൈവത്തിന് സ്തോത്രം. വിളിച്ചവനായ ദൈവം വിശ്വസ്തനാകുന്നു എന്ന് ഇതുവരെയും തെളിയിച്ച് വഴി നടത്തി. പാരിതിൽ പാടുകളേറുമ്പോൾ നമ്മുടെ പാദങ്ങൾ ഇടറാതെ വണ്ണം നമ്മെ കൈക്ക് പിടിച്ച് നടത്തിയത് സർവശക്തനായ ദൈവം മാത്രമാണ്. നാം നിന്നതല്ല, ദൈവം നമ്മെ നിർത്തിയതാണ്. പാട്ടുകാരൻ പാടുന്നത് പോലെ നാം ഒന്നും നേടിയതല്ല, എല്ലാം എൻ്റെ ദൈവം തന്നത് മാത്രമാണ്. ഇന്ന് നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. നടത്തിയതായിട്ടുള്ള വഴികളെ ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കാം. അനുഗ്രഹിച്ചതായിട്ടുള്ള നന്മകളെ ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കാം. നാം പാടിയതുപോലെ എല്ലാം നിന്റെ പൊന്നുനാമ മഹത്വത്തിനായി ദിനം ശോഭിപ്പാൻ നിന്റെ കൃപ നൽകണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാം അങ്ങയുടെ മഹത്വത്തിനും എല്ലാം ദൈവത്തിൻ്റെ പുകഴ്ചയ്ക്കും മാത്രമായിരിക്കാൻ നമ്മെ ഓരോരുത്തരെയും ദൈവം സഹായിക്കുമാറാകട്ടെ. എല്ലാറ്റിനേക്കാൾ വലുത് സ്നേഹമാണ്. നാം പാടിയതുപോലെ സ്നേഹത്തിലൂടെ എല്ലാം കാണുവാനും ദൈവസ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാനും നിന്റെ സ്വഭാവം ഞങ്ങൾക്ക് നൽകണമെന്നാണ് നാം പാടിയത്. എന്നാൽ നാം എല്ലാവരും അപ്രകാരം പാടിയെങ്കിലും സ്നേഹത്തിലൂടെയാണോ നാം കാണുന്നത്? ദൈവസ്നേഹത്തിൽ തന്നെയാണോ നാം എല്ലാം ചെയ്യുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ ശോധന ചെയ്യണം. എല്ലാം സ്നേഹത്തിലൂടെ കാണുവാൻ, എല്ലാം ദൈവസ്നേഹത്തിൽ തന്നെ ചെയ്തെടുക്കുവാൻ നിന്റെ സ്വഭാവം ഞങ്ങൾക്ക് നൽകണമേ. നമ്മൾ സ്വാർത്ഥതയുള്ളവരാണ്. അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകുന്നു എന്നുള്ള വചനം പോലെ അധർമ്മം പെരുകി സ്നേഹം കുറഞ്ഞു പോകുന്നവരാണ്. കളങ്കമുള്ളതായിട്ടുള്ള സ്നേഹമാണ്. കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നതായിട്ടുള്ള പ്രവൃത്തികളാണ് നമ്മുടെ പക്കലുള്ളത്. എന്നാൽ എല്ലാം സ്നേഹത്തിലൂടെ കാണുവാൻ, സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ നമ്മെ ദൈവം സഹായിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ എല്ലാം സത്യത്തിൽ സന്തോഷിക്കുന്നു. അപ്പോൾ 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് പോലെ
സ്നേഹത്താൽ നിറയപ്പെട്ടവരായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുമ്പോൾ എൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയും. അപ്പോൾ ദൈവത്തിൻ്റെ ശിഷ്യന്മാർ എന്നറിയുവാൻ ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുമ്പോൾ എൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയും. അപ്പോൾ ലോകത്തിന് ആ സ്നേഹത്തിലാണോ എന്ന് നമ്മൾ ഓരോരുത്തരും ശോധന ചെയ്തുകൊണ്ട്, നിന്റെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ, നിന്റെ സ്വഭാവം എന്നിൽ പകരണമേ, നിന്റെ പൊന്നുനാമ മഹത്വത്തിനായി ദിനം ശോഭിപ്പാൻ നിന്റെ കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്രകാരം ആഗ്രഹിക്കുന്നവരെല്ലാം കരങ്ങളെ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. നമുക്കൊരു വചനത്തിലേക്ക് കടന്നു വരാം. വിലാപങ്ങൾ 5-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം വായിക്കും. വിലാപങ്ങൾ 5-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കിലേക്ക് മടക്കി വരുത്തണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ. ഹല്ലേലൂയ. ഇവിടെ നാം വായിച്ചു കേട്ടത് യിരെമ്യാവിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നത്, യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് നിങ്കലേക്ക് ഞങ്ങളെ മടക്കി വരുത്തണമേ. ഈ വാക്യം നമുക്ക് വായിക്കുമ്പോൾ അറിയുവാനായിട്ട് കഴിയുന്നത്, ദൈവത്തിൽ നിന്ന് അകന്നു പോയതായ ജനത്തിന്, യിരെമ്യാവിന് ദൈവത്തിങ്കിലേക്ക് കടന്നു വരേണം, അടുത്തു വരേണം എന്നുള്ള ആഗ്രഹമാണ് ഈ വാക്യം നാം വായിക്കുമ്പോൾ അറിയുവാനായിട്ട് കഴിയുന്നത്. ഇന്ന് ദൈവസന്നിധിയിൽ ആയിരിക്കുന്നതായിട്ടുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ചിന്തകൾ എപ്രകാരമാണ് എന്ന് ദൈവസന്നിധിയിൽ ശോധന ചെയ്യണം. ഇവിടെ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തണമേ. അവിടെ ആ വാക്കിൻ്റെ അർത്ഥം, ഞങ്ങൾ നിന്നെ വിട്ട് വളരെ ദൂരെയാകുന്നു, എന്നാൽ നിന്റെ അടുക്കിലേക്ക് ഞങ്ങളെ മടക്കി വരുത്തണമേ. ഇന്ന് നമ്മളും ദൈവവുമായിട്ട് എത്ര ബന്ധമുണ്ട് എന്ന് നാം ശോധന ചെയ്യണം. ദൈവത്തോടടുത്താണോ നാം ജീവിക്കുന്നത്, അതോ ദൈവത്തിൽ നിന്ന് വളരെ അകലെയാണോ നാം ജീവിക്കുന്നത്? നാം ആരാധിക്കുന്നുണ്ട്, നാം പ്രാർത്ഥിക്കുന്നുണ്ട്, നാം ഓരോ വിശുദ്ധ ദിവസവും ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഹൃദയം എവിടെയാണ് എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്, നിന്റെ നിക്ഷേപമുള്ള ഇടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. എവിടെയാണ് നമ്മുടെ നിക്ഷേപം? എവിടെയാണ് നമ്മുടെ ഹൃദയം ഇരിക്കുന്നത്? ദൈവത്തിലാണോ നമ്മുടെ ഹൃദയം ഇരിക്കുന്നത്, അതോ ലോകത്തിലാണോ നമ്മുടെ ഹൃദയം ഇരിക്കുന്നത്? ദൈവത്തോടടുത്താണോ നാം ഇരിക്കുന്നത്, അതോ ദൈവത്തോട് അകലെയാണോ നാം ഇരിക്കുന്നത്? ഇന്ന് ഒരു പ്രാർത്ഥന നമുക്കുണ്ടായിരിക്കണം, നിങ്കിലേക്ക് ഞങ്ങളെ മടക്കി വരുത്തണമേ. ഹല്ലേലൂയ. വീഴ്ചകൾ ഉള്ളവരാണ് നമ്മൾ, പോരായ്മകൾ ഉള്ളവരാണ് നമ്മൾ, ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരാണ് നമ്മൾ, സ്വാർത്ഥ താല്പര്യങ്ങൾക്കൊത്തവണ്ണം പ്രവർത്തിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ യിരെമ്യാവിനെ പോലെ ഒരു ചിന്ത നമുക്കുണ്ടാകണം. എന്താണ് ആ ചിന്ത? ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തണമേ. ഹല്ലേലൂയ. നാം എന്ത് പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല, എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. ദൈവത്തിൽ നിന്ന് അകലെയാകുന്നുവെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ശൂന്യമാകുന്നു. ഏലിയാവ്, കഴിഞ്ഞ ആഴ്ചയിൽ ദൈവം നമ്മോട് സംസാരിച്ചത്, ഏലിയാവ് തൻ്റെ മാളിക മുറിയിൽ ദൈവസന്നിധിയിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലം ദൈവം അവന് ഉത്തരമരുളി എന്നുള്ളതാണ്. മരിച്ചതായിട്ടുള്ള ബാലനെ എഴുന്നേൽപ്പിക്കുവാൻ ഇടയായി തീർന്നു. അതാണ് പ്രാർത്ഥനയുടെ ശക്തി. ഇവിടെ യിരെമ്യാവ് പ്രാർത്ഥിക്കുന്നു, നിങ്കലേക്ക് മടക്കി വരുത്തണമേ. നിന്നെ കൂടാതെ ഞങ്ങൾക്കൊന്നും സാധ്യമല്ല. നിന്നെ വിട്ടകന്നാൽ ഞങ്ങളുടെ ജീവിതം ശൂന്യമാണ്. നിന്നിൽ നിന്ന് അകന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു രക്ഷയുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ദൈവമേ, നിങ്കലേക്ക് ഞങ്ങളെ മടക്കി വരുത്തണമേ, നിങ്കലേക്ക് ഞങ്ങളെ മടക്കി വരുത്തണമേ. ഞങ്ങൾ അകന്നു പോകുവാൻ ഇടവരരുതേ, ഞങ്ങൾ നിന്നെ വിട്ടു പോകുവാൻ ഇടവരരുതേ. നിങ്കലേക്ക് ഞങ്ങളെ മടക്കി വരുത്തണമേ. നിന്നെ വിട്ട് പിരിയുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടവരരുതേ.
ഇവിടെ വായിച്ചത് യഹോവേ ഞങ്ങൾ മടങ്ങി മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തേണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അപ്പോൾ ഒന്ന്, ദൈവത്തിങ്കലേക്ക് ഞങ്ങളെ മടക്കി വരുത്തേണമേ. ഞങ്ങളുടെ ചിന്തകൾ മാറി, ഞങ്ങളുടെ സ്നേഹം മാറി, ഞങ്ങളുടെ പ്രവൃത്തികൾ മാറി, ഞങ്ങളുടെ ആരാധന മാറി, ഞങ്ങളുടെ വിശ്വസ്തത മാറി, ഞങ്ങളുടെ അനുസരണം മാറി, വളരെ നിന്നിൽ നിന്ന് അകലെയാകുന്നു. എന്നാൽ നിങ്കലേക്ക് ഞങ്ങളെ മടക്കി വരുത്തേണമേ. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം നൽകണമേ. ദൈവസന്നിധിയിൽ കടന്നു വന്നപ്പോൾ ഉണ്ടായിരുന്നതായിട്ടുള്ള വിശ്വാസം നമുക്കുണ്ടോ? ദൈവസന്നിധിയിൽ ആദ്യം കടന്നു വന്നപ്പോൾ ഉണ്ടായിരുന്നതായിട്ടുള്ള സ്നേഹം നമുക്കുണ്ടോ? ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നപ്പോൾ നമുക്കുണ്ടായിരുന്നതായിട്ടുള്ള ക്ഷമ ഇന്നുണ്ടോ? ദൈവസന്നിധിയിൽ കടന്നു വന്നപ്പോൾ നമുക്കുണ്ടായിരുന്ന വിശ്വസ്തത ഇന്ന് നമുക്കുണ്ടോ എന്ന് ഞാൻ നിങ്ങൾ ശോധന ചെയ്താൽ ഇല്ല എന്നേ നമുക്ക് പറയുവാനായിട്ട് കഴിയൂ. ഉണ്ട് എന്ന് പറയുവാൻ സാധ്യമല്ല. മനുഷ്യന്റെ നീതി പ്രവൃത്തികളെല്ലാം കര പുരണ്ടതായിട്ടുള്ള തുണി പോലെയാണ്. എത്ര നീതിമാൻ എന്ന് പറഞ്ഞാലും, എത്ര വെളുത്തവൻ എന്ന് പറഞ്ഞാലും, എത്ര വെള്ള ഷർട്ട് ഇട്ടാലും നീതിമാനല്ല, അനീതിയുള്ളവരാണ്. ദൈവസന്നിധിയിൽ നമ്മുടെ പ്രവൃത്തികളെല്ലാം കര പുരണ്ടതായിട്ടുള്ള തുണി പോലെയാണ്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നു മടങ്ങി വരുവാനായിട്ട്. ദൈവത്തിന് ആഗ്രഹമുണ്ട് നാം മടങ്ങി വരണമെന്നുള്ളത്. ദൈവത്തിന് ആഗ്രഹമുണ്ട് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം നമുക്കുണ്ടാകണമെന്നുള്ളത്. മുടിയനായ പുത്രനെ പോലെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ മനസ്സുണ്ടെങ്കിൽ നമ്മെ ചേർക്കുവാൻ സർവശക്തനായ ദൈവത്തിന് മനസ്സുണ്ട്. ഇന്ന് ദൈവത്തിൽ നിന്ന് അകന്നു പോയി എന്നൊരു ചിന്താഗതി നമുക്കുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, സർവശക്തനായ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളത്. എന്നാൽ ദൈവസന്നിധിയിലാണ് ഞാൻ എന്ന് ചിന്തിക്കുന്നതെങ്കിൽ മനസ്സിലാക്കിക്കോ, ഞാൻ ദൈവത്തിൽ നിന്ന് വളരെ അകലെയാകുന്നു എന്നുള്ളത്. എന്നാൽ ഇന്ന് ദൈവമേ, നിന്നോട് എനിക്ക് അടുത്ത് വരയണം, നിന്റെ അടുക്കലേക്ക് എനിക്ക് കടന്നു വരയണം. നിന്നേക്കാൾ അധികമായി ഒന്നിനെ സ്നേഹിപ്പാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇടവരരുതേ. നിന്റെ വഴി വിട്ടു പോകുവാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇടവരരുതേ. ഞാൻ എൻ്റെ സ്വന്തം വഴിയിൽ കൂടെ നടന്നവനാകുന്നു, നിന്നിൽ നിന്നകന്ന് ജീവിക്കുന്നവനാകുന്നു, നിന്നോട് പ്രാർത്ഥിക്കാത്തവനാകുന്നു, നിന്റെ സന്നിധിയിൽ ആരാധിക്കാത്തവനാകുന്നു, വിശ്വസ്തയോടെ നിന്നെ അനുഗമിക്കാത്തവനാകുന്നു. എനിക്ക് മടങ്ങി വരുവാൻ നീ സഹായിക്കണമേ. ആർക്കാണ് ഇന്ന് ആഗ്രഹമുള്ളത് ഒരു മടങ്ങി വരുവാൻ? ആർക്കാണ് ഇന്ന് ആഗ്രഹമുള്ളത് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം നമുക്കുണ്ടാകുവാൻ? അപ്രകാരം പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ, അവൻ കരുണയുള്ള ദൈവമാണ്, അവൻ വിശ്വസ്തതയുള്ള ദൈവമാണ്, അവൻ സ്നേഹിക്കുന്ന ദൈവമാണ്. നാം എത്ര അകന്നു പോയാലും നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവനാണ് സർവശക്തനായ ദൈവം. ഹല്ലേലൂയ. ആ വാക്യം ഒരിക്കൽ കൂടി നമുക്ക് വായിക്കാം. ഞങ്ങൾ മടങ്ങി യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ. ഇന്ന് ദൈവസന്നിധിയിൽ അതാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നാമാണ് ദൈവസന്നിധിയിൽ ശോധന ചെയ്ത് ദൈവത്തിൻ്റെ അടുക്കൽ നാം പൂർണ്ണതയുള്ളവരായി തീരേണ്ടത്. എന്നാൽ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. എഫെസോസിലെ സഭയുടെ ദൂതനെ എഴുതുക. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചു, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും വളരാത്തവരെ നിനക്ക് സഹിച്ചുകൂടാഞ്ഞതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ ഞങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച കള്ളന്മാർ എന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും നാമനിമിത്തം നീ സഹിച്ചതും എന്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. അപ്പോൾ ഇവിടെ
ദൈവത്തിൻ്റെ വചനം ഇന്ന് പകൽക്കാലം നമ്മോട് പറയുന്നത് അറിയുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളതാണ്. ഇന്ന് നമ്മെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് അറിയുന്നില്ല ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ എപ്രകാരമാകുന്നു എന്നുള്ളത്. എന്നാൽ എല്ലാം അറിയുന്ന ഒരു ദൈവമുണ്ട്, എല്ലാം കാണുന്ന ഒരു ദൈവമുണ്ട്. സകലതും അവൻ്റെ മുമ്പിൽ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനെ ഒളിപ്പിച്ച് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. 139 സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, യഹോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എന്റെ നിരൂപണങ്ങൾ നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു, എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. നീ അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേലില്ല. സങ്കീർത്തനക്കാരൻ പറയുന്നത്, നീ എന്നെ ശോധന ചെയ്ത് അറിയുന്ന ദൈവമാകുന്നു, എന്റെ വഴികളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്ന ദൈവമാകുന്നു. ഞാൻ ചിന്തിക്കുന്നതിന് മുമ്പേ എന്റെ നിരൂപണങ്ങളെല്ലാം ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന ദൈവമാകുന്നു. നീ അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. ഞാൻ എന്താണ് അടുത്ത വാക്ക് പറയുവാൻ പോകുന്നത് എന്ന്, ഞാൻ ഇനി എന്താണ് ചെയ്യുവാൻ പോകുന്നത് എന്ന് മുന്നമേ അറിയുന്ന ദൈവമാണ് നമ്മുടെ അടുക്കലുള്ളത്. ഇവിടെ എഫെസോസിലെ സഭയോട് പറയുകയാണ്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നമ്മുടെ പ്രവൃത്തികൾ അറിയുന്നവനാണ് ദൈവം. 2, നമ്മുടെ പ്രയത്നങ്ങൾ അറിയുന്നവനാണ് ദൈവം. 3, സഹിഷ്ണുതയും നിന്റെ സഹിഷ്ണുത അറിയുന്നവനാണ് ദൈവം. 4, കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാഞ്ഞതും ഞാൻ അറിയുന്നു. 5, അപ്പോസ്തലന്മാരല്ലാതിരിക്കെ ഞങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ പരീക്ഷിച്ച കള്ളന്മാർ എന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും. 6, നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. അപ്പോൾ എല്ലാം അറിയുന്നവനാണ് ദൈവം. പ്രവൃത്തി അറിയുന്നു, സഹിഷ്ണുത അറിയുന്നു, പരീക്ഷിച്ച കള്ളന്മാർ എന്ന് കണ്ടത് അറിയുന്നു, എന്റെ നാമനിമിത്തം നീ സഹിച്ചത് അറിയുന്നു, തളർന്നു പോകാഞ്ഞതും അറിയുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ വന്നാലും, പോരായ്മകൾ വന്നാലും, അവിശ്വസ്തകൾ വന്നാലും, അനുസരണക്കേടുകൾ വന്നാലും എല്ലാം അറിയുന്ന ഒരു ദൈവമുണ്ട്. ആരാധിച്ചത് മറക്കാത്ത ദൈവമുണ്ട്. നമ്മുടെ പ്രവൃത്തികളെല്ലാം കാണുന്നൊരു ദൈവമുണ്ട്. നമ്മുടെ പ്രയത്നങ്ങൾ കാണുന്നൊരു ദൈവമുണ്ട്. തളർന്ന് പോകാഞ്ഞത് അറിയുന്നൊരു ദൈവമുണ്ട്. നമ്മുടെ വിശ്വസ്തതകളെല്ലാം അറിയുന്നൊരു ദൈവമുണ്ട്. ക്ഷീണിച്ച് പോകാത്തത് അറിയുന്ന, മടുത്തു പോകാത്തത് അറിയുന്ന സർവശക്തനായ ഒരു ദൈവമുണ്ട്. എല്ലാം അറിയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അനേക പ്രയാസങ്ങൾ വന്നു, അനേക പ്രതിസന്ധികൾ വന്നു, അനേക ദുഃഖങ്ങൾ വന്നു, ദൈവത്തെ ആരാധിക്കുവാൻ അനേക തടസ്സങ്ങൾ വന്നു. എന്നിട്ടും ദൈവത്തെ ആരാധിച്ചതും ദൈവസന്നിധിയിൽ കടന്നു വന്നതും എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു ദൈവമുണ്ട്. എന്നാൽ അതിന്റെ അവസാന വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയുവാനുണ്ട്. ഹല്ലേലൂയ. അവിടെ ആദ്യ സ്നേഹം കുറഞ്ഞു എന്നല്ല പറയുന്നത്, ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞു എന്നുള്ളതാണ്. ഇന്ന് ദൈവം ആഗ്രഹിക്കുന്നത് വിട്ടുകളഞ്ഞതിലേക്ക് നീ മടങ്ങി വരേണം എന്നുള്ളതാണ്. നാം പാപത്തെ വിട്ടുകളയണം, ലോകത്തെ വിട്ടുകളയണം. ഈ കാര്യങ്ങളെല്ലാം നമുക്കറിയാം. എന്നാൽ ഇന്ന് സർവശക്തനായ ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നു, നീ വിട്ടുകളഞ്ഞ സ്നേഹത്തിലേക്ക് മടങ്ങി വരേണം. ഹല്ലേലൂയ. വിട്ടുകളഞ്ഞ സ്നേഹത്തിലേക്ക് നീ മടങ്ങി വരേണം. ഞാൻ നിന്നെ കാത്തിരിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നിന്റെ മടങ്ങി വരവിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയുവാനായിട്ടുണ്ട്. പറയുന്നത് മനുഷ്യനല്ല, സർവശക്തനായ ദൈവമാണ്. ഞാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ, കുറ്റങ്ങൾ പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. എന്നാൽ സർവശക്തനായ ദൈവമാണ് പറയുന്നത്, നിന്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞു. ഇന്ന് ദൈവസന്നിധിയിൽ ഞാൻ ആദ്യ സ്നേഹത്തിലാണ് എന്ന് പറയുവാൻ എത്ര പേർക്ക് കഴിയും? ദൈവത്തിൻ്റെ ആലയത്തിൽ കണ്ണുനീരോടുകൂടി വന്നപ്പോൾ, കഷ്ടതയോടുകൂടി വന്നപ്പോൾ, മരണവുമായി കടന്നു വന്നപ്പോൾ, ഇനി മുന്നോട്ട് പോകുവാൻ രക്ഷയില്ലാതെ കടന്നു വന്നപ്പോൾ, ദൈവം നമ്മെ അനുഗ്രഹിച്ചതും, ദൈവം നമ്മെ മാനിച്ചതും, ദൈവം നമ്മെ ഉയർത്തിയതും, ദൈവം നമ്മുടെ കണ്ണുനീരെല്ലാം തുടച്ചതും
ഇന്ന് സമാധാനം നൽകിയതും എല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. എന്നാൽ അന്നുണ്ടായിരുന്ന എരിവ് ഇന്ന് നമുക്കുണ്ടോ? അന്നുണ്ടായിരുന്നതായ സ്നേഹം ഇന്ന് നമുക്കുണ്ടോ? അന്നുണ്ടായിരുന്നതായ വിശ്വസ്തത ഇന്ന് നമുക്കുണ്ടോ? അന്നുണ്ടായിരുന്നതായ വിശ്വാസം നമുക്കുണ്ടോ? നാം എപ്രകാരം മാറിയിരിക്കുന്നു? എപ്രകാരം നമ്മുടെ ജീവിതമായിരിക്കുന്നു? ഇന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് ഏതവസ്ഥയിലാണ്? അതാണ് നാം ശോധന ചെയ്യേണ്ടത്. ഇന്ന് ഈ വചനം നമുക്ക് നൽകിയിരിക്കുന്നത് നാം ദൈവത്തോട് ഏറ്റവും അടുത്തിരിക്കേണ്ടതിന് വേണ്ടിയാണ്. ഭിന്നത വിട്ട്, ഭിന്നപക്ഷങ്ങൾ വിട്ട്, ഞാൻ എന്ന ചിന്താഗതികൾ വിട്ട്, എനിക്ക് കഴിയുമെന്നുള്ള ചിന്തകളെല്ലാം വിട്ടുകൊണ്ട് ദൈവസന്നിധിയിൽ, ദൈവമേ ഞാനാണ് കുറ്റക്കാരൻ. യെരമ്യാവ് പ്രാർത്ഥിക്കുന്നത്, ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തണമേ. ഞാനാണ് തെറ്റുകാരൻ, ഞാനാണ് കുറ്റക്കാരൻ, ഞാനാണ് നിന്നെ വിട്ടുപോയത്, ഞാനാണ് നിന്റെ സ്നേഹത്തെ വിട്ടത്, ഞാനാണ് നിന്റെ ആരാധനയെ ഉപേക്ഷിച്ച് കളഞ്ഞത്, എൻ്റെ സ്നേഹം തണുത്തുപോയി. ഇന്ന് പറയുവാൻ നമുക്ക് എത്ര പേർക്ക് മനസ്സുണ്ട്? യെരമ്യാവ് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തണമേ, നിങ്കലേക്ക് ഞങ്ങളെ മടക്കി വരുത്തണമേ. ഞങ്ങൾ ആരോടും ചേരാതെ, ലോകത്തോട് ചേരാതെ, മറ്റ് സഭകളോട് ചേരാതെ, മറ്റ് വ്യക്തികളോട് ചേരാതെ, ഈ ലോകത്തിൽ ആരോടും ചേരാതെ നിങ്കലേക്ക് ഞങ്ങളെ മടക്കി വരുത്തണമേ. പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ഞങ്ങൾക്ക് വരുത്തണമേ. പണ്ടത്തെ പോലെ ദൈവത്തെ ആരാധിപ്പാനും ദൈവസന്നിധിയിൽ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഇരിപ്പാനും ഇന്ന് നാം ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ ആലയത്തിൽ അന്ന് വന്നപ്പോൾ ഉണ്ടായിരുന്ന സ്നേഹം, അന്നുണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന സന്തോഷം, അന്ന് വന്നപ്പോൾ ഉണ്ടായിരുന്ന ആരാധന, അന്ന് വന്നപ്പോൾ ഉണ്ടായിരുന്നതായിട്ടുള്ള എരിവ് ഇന്ന് വേണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, കരുണയുള്ള ദൈവം, സ്നേഹമുള്ള ദൈവം നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇന്ന് ദൈവസന്നിധിയിൽ കണ്ണുനീരോടുകൂടെ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. മുടിയനായ പുത്രൻ അപ്പനെ വിട്ട് തനിക്ക് കിട്ടിയതെല്ലാം ചെലവഴിച്ച് എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ, അപ്പാ ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല, നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് അവൻ പറഞ്ഞ് അപ്പൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്നതുപോലെ ഇന്ന് തെറ്റുകളെല്ലാം ദൈവസന്നിധിയിൽ നിരത്തി വെച്ചുകൊണ്ട് നമുക്കറിയാം എവിടെയാണ് നമുക്ക് വീഴ്ച പറ്റിയത്, നമുക്കറിയാം എവിടെയാണ് നാം അകന്നു പോയത്, നമുക്കറിയാം എവിടെയാണ് ദൈവത്തോടുള്ള ബന്ധം നാം അവസാനിപ്പിച്ചത്. എന്നാൽ മുടിയനായ പുത്രനെ പോലെ ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല, നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്നവൻ പ്രാർത്ഥിച്ച് പോയപ്പോൾ അപ്പൻ അവന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. അവൻ വീടിൻ്റെ പടിവാതിൽക്കൽ എത്തിയപ്പോൾ അവൻ ദൂരത്ത് നിന്ന് അപ്പൻ അവനെ കണ്ടു. എന്താണ് കാണുവാനുള്ള കാരണം? പോയ മകനെ കാത്തിരിക്കുന്ന ഒരപ്പനായതുകൊണ്ടാണ്. ഹല്ലേലൂയ. കരുണയുള്ളവൻ, സ്നേഹമുള്ളവൻ, നമ്മെ ഉപേക്ഷിക്കാത്തവൻ, പാപങ്ങൾക്കൊത്തവണ്ണം പകരം ചെയ്യാത്തവൻ, അകൃത്യങ്ങളെ ഓർമ്മ വയ്ക്കാത്തവൻ നമ്മെ കാത്തിരിക്കുകയാണ്. അവൻ്റെ അടുക്കിലേക്ക് വരുവാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ, നാം ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, നമ്മെ മടക്കി വരുത്തുവാൻ സർവശക്തനായ ദൈവം മതിയായവനാണ്. ഇവിടെ ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഞാൻ നിന്റെ പ്രയത്നം അറിയുന്നു, കൊള്ളരുതാത്തവരെ നീ സഹിച്ചുകൂടാഞ്ഞ് ഞാൻ അറിയുന്നു, സഹിഷ്ണുത അറിയുന്നു, നിന്റെ സഹിഷ്ണുത അറിയുന്നു. അപ്പോസ്തലന്മാരിൽ അല്ലാതിരിക്കെ അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞവരെ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും എന്റെ നാമം നിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. അപ്പോൾ എന്റെ നാമനിമിത്തം നീ സഹിച്ചത് ഞാൻ അറിയുന്നു. പ്രയാസങ്ങളും പ്രതികൂലങ്ങളും വന്നപ്പോൾ നീ തളർന്നു പോകാതെ ഇരുന്നതും ഞാൻ അറിയുന്നു. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം,
നീ വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ദൈവം പറയുന്നത് ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നുള്ളതാണ്. ദൈവം ആഗ്രഹിക്കുന്നതും ആ സ്നേഹത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ്. നാം പാടിയതുപോലെ സ്നേഹത്തിലൂടെയെല്ലാം കാണുവാനും ദൈവസ്നേഹത്തിൽ തന്നെയെല്ലാം ചെയ്യുവാനും നിന്റെ സ്വഭാവം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഇത് പ്രാർത്ഥിക്കുവാൻ മനസ്സുള്ളവരെ അവൻ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ എഴുതിയിരിക്കുന്നത് എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. ഒരു കുറ്റം നിന്നെ കുറിച്ച് പറവാനായിട്ടുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തികളെ ചെയ്യുക. അല്ല ഞാൻ. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് നീ ഏതിൽ നിന്നാണ് വീണിരിക്കുന്നത് എന്ന് ഓർക്കുക. ഇന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് നീ ഓർക്കണമെന്നുള്ളതാണ്. ഏതിൽ നിന്നാണ് വീണിരിക്കുന്നത് എന്ന് ഓർത്ത് നീ ഓർക്കണം. 2 മാനസാന്തരപ്പെടണം. 3 ആദ്യത്തെ പ്രവൃത്തികളെ നീ ചെയ്യണം. അപ്പോൾ വിട്ടുപോയ സ്നേഹത്തിലേക്ക് മടങ്ങി വരേണ്ടതിന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് നീ ഓർക്കണം. എവിടെയാണ് ഞാൻ വീണത്? എപ്പോഴാണ് ഞാൻ വീണത്? ആര് മുഖാന്തരമാണ് ഞാൻ വീണത്? ദൈവസന്നിധിയിൽ നിന്ന് ഞാൻ വീണു പോയത് എവിടെ വെച്ച് എന്ന് നീ ഓർക്കണം. ആ വീഴ്ച ദൈവത്തോട് ഏറ്റു പറഞ്ഞുകൊണ്ട്, ദൈവമേ, നിന്റെ മുഖത്ത് നിന്ന് നോട്ടം വിട്ടപ്പോഴാണ് ഞാൻ വീണുപോയത്. യേശു കടലിന്മീതെ നടന്ന് ശിഷ്യന്മാരുടെ അടുക്കൽ എത്തിയപ്പോൾ പത്രോസ് പറഞ്ഞു, നീ യേശു ആകുന്നെങ്കിൽ, നീ ദൈവമാകുന്നെങ്കിൽ ഞാൻ നിന്റെ അടുക്കലേക്ക് വരേണ്ടതിന് പറയുക എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, നീ എൻ്റെ അടുക്കലേക്ക് വരിക. അവൻ വെള്ളത്തിൽ കാലുവെച്ചു. അവൻ വെള്ളത്തിന്മീതെ നടന്ന് യേശുവിൻ്റെ അടുക്കലേക്ക് എത്താറായപ്പോൾ വലിയൊരു തിരമാലകളും കൊടുങ്കാറ്റും വന്നു. അവൻ യേശുവിൻ്റെ മുഖത്ത് നിന്ന് നോട്ടം പിൻവലിച്ച് തിരമാലകളിലേക്ക് നോക്കി അവൻ വെള്ളത്തിൽ താണുപോയി. അല്പവിശ്വാസിയെ, നീ എന്തിന് സംശയിച്ചു? യേശു അവനെ കരം പിടിച്ച് അവനെ മുകളിലേക്ക് ഉയർത്തി. എന്നിട്ടോ അവൻ്റെ കരത്തിൽ പിടിച്ച് യേശുവും അവനും ഒരുമിച്ച് തിരിച്ച് പടകിലേക്ക് നടന്നു. ഹല്ലേലൂയ. ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത് നിന്റെ താഴ്ചയിൽ, നിന്റെ വീഴ്ചയിൽ കരം പിടിക്കുവാൻ ദൈവത്തിന് മനസ്സുണ്ട്. നിന്നോടൊപ്പം നടക്കുവാൻ ദൈവത്തിന് മനസ്സുണ്ട്. എന്നാൽ നിന്റെ നോട്ടം സർവശക്തനായ ദൈവത്തിങ്കൽ മാത്രമായിരിക്കണം. ലോകത്തിലേക്ക് നോക്കിയാൽ വീണുപോകും, മനുഷ്യരെ നോക്കിയാൽ വീണുപോകും, കാറ്റും തിരമാലകളും കണ്ടാൽ നീ വീണുപോകും. എന്നാൽ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിങ്കലേക്ക് നോക്കിയാൽ ഒരിക്കലും നീ വീണു പോവുകയില്ല. പലരും വീണു പോകുവാനുള്ള കാരണം ഈ ലോകത്തിലായിരിക്കുന്ന പലരെയും നോക്കിയത് കൊണ്ടാണ്. പലരും വീണു പോകുവാനുള്ള കാരണം ഇവിടെ ആയിരിക്കുന്ന പലരെയും നോക്കിയത് കൊണ്ടാണ്. എന്നാൽ ഇന്ന് നിങ്ങളോട് പറയുന്നത്, ഇവിടെ ആയിരിക്കുന്ന ഞങ്ങളെ ആരെയുമല്ല നോക്കേണ്ടത്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിങ്കലേക്ക് നീ നോക്കിയാൽ ഒരിക്കലും വീഴേണ്ടി വരികയില്ല. കാരണം നിന്റെ കൈ പിടിക്കുവാൻ സർവശക്തനായ ദൈവം നിന്നോട് കൂടെ ഉണ്ടാകും. ഇവിടെ എഴുതിയിരിക്കുന്നു, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെടണം. നീ പണ്ട് ഞാൻ മാനസാന്തരപ്പെട്ടതാണല്ലോ, പാപങ്ങളെ ഏറ്റുപറഞ്ഞതാണല്ലോ, സ്നാനപ്പെട്ടതാണല്ലോ എന്ന് വിചാരിച്ച് നീ മുന്നോട്ട് പോയാൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനേവനുമല്ല, സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, രോഗികൾക്ക് സൗഖ്യം നൽകി, അങ്ങനെ പല കാര്യങ്ങളും വീരപ്രവൃത്തികളും ചെയ്തില്ലയോ എന്ന് അന്നാളിൽ അവർ പറയും. എന്നാൽ അവരോട് പറയുന്നത്, അധർമ്മം പ്രവർത്തിക്കുന്നവരെ ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല
എന്നെ വിട്ട് പോകുവിൻ. ഹല്ലേലൂയ. ഇന്ന് ദൈവം ആഗ്രഹിക്കുന്നു മാനസാന്തരപ്പെടണമെന്നുള്ളത്. വിട്ട് പോന്നതിലേക്ക് ഇന്ന് ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത് പോലെ നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട ആദ്യത്തെ പ്രവൃത്തികളെ ചെയ്യുക. നിന്റെ ആദ്യ സ്നേഹം വിട്ട് കളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയുവാനായിട്ടുണ്ട്. വിട്ട് കളഞ്ഞതായ സ്നേഹത്തിലേക്ക് മടങ്ങി വരിക. അതാണ് മാനസാന്തരം എന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്ന് മാനസാന്തരപ്പെടുവാൻ മനസ്സുണ്ടെങ്കിൽ സ്വീകരിപ്പാൻ ദൈവത്തിന് മനസ്സുണ്ട്. ഒന്ന്, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് നീ ഓർക്കാം. രണ്ട്, നീ മാനസാന്തരപ്പെടുക. തെറ്റുകൾ മനസ്സിലാക്കി ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക. മൂന്നാമത്തെ കാര്യം, ആദ്യത്തെ പ്രവൃത്തികളെ ചെയ്യുക. ഇത് സർവശക്തനായ ദൈവത്തിന്റെ വചനമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. ഒന്ന്, വിട്ടു പോകുന്നത് എന്താണ് എന്ന് നീ ഓർക്കുക. രണ്ട്, നീ മാനസാന്തരപ്പെടുക. മൂന്ന്, ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത് ആദ്യത്തെ പ്രവൃത്തികളെ ചെയ്യുക. അപ്പോൾ എവിടെയാണ് വീഴ്ച പറ്റിയത് എന്ന് ഓർത്തിട്ട് കാര്യമില്ല. രണ്ട്, മാനസാന്തരപ്പെട്ടിട്ടും കാര്യമില്ല. എന്തിനാണ് കാര്യമുള്ളത്? ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുന്നതിലാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം വളരെ ശക്തമായിട്ട് നമ്മോട് പറയുന്നു, മാനസാന്തരപ്പെട്ടതുകൊണ്ടോ വിട്ടുപോകുന്നതിനെ ഓർത്തതുകൊണ്ടോ നിന്റെ ജീവിതത്തിൽ വന്നതായിട്ടുള്ള തെറ്റുകളെ ഓർത്തതുകൊണ്ടോ കാര്യമില്ല. ആദ്യത്തെ പ്രവൃത്തികളെ ചെയ്യുക. ഹല്ലേലൂയ. ആദ്യ സ്നേഹത്തിലേക്ക് കടന്നു വരിക. ആദ്യ വിശ്വാസത്തിലേക്ക് കടന്നു വരിക. ആദ്യത്തെ പ്രവൃത്തികളെ നീ ചെയ്യുക. ദൈവത്തിൻ്റെ ആലയത്തിൽ കടന്നു വന്നപ്പോൾ നീ ദൈവത്തിൻ്റെ ആലയത്തിൽ ചെയ്തതായിട്ടുള്ള പ്രവൃത്തികൾ ഉണ്ടല്ലോ. ആലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ നീ ദേശത്ത് ചെയ്തതായിട്ടുള്ള പ്രവൃത്തികൾ ഉണ്ടല്ലോ. ആ പ്രവൃത്തികൾ ഇന്നുണ്ടോ? അതാണ് ദൈവം ചോദിക്കുന്നത്. ആ സ്നേഹം ഇന്നുണ്ടോ? അതാണ് ദൈവം അന്വേഷിക്കുന്നത്. അതില്ല എങ്കിൽ അതിന്റെ തൊട്ട് താഴത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാൻ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് ഞാൻ നീക്കുകയും ചെയ്യും. മൂന്ന് കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ ദൈവം നിന്നെ തള്ളിക്കളയുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ അവിടെ മുന്നമേ ദൈവത്തിന്റെ വചനം പഠിപ്പിച്ചത്, നിന്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു, നിന്റെ പ്രയത്നം ഞാൻ അറിയുന്നു, നീ സഹിച്ചത് ഞാൻ അറിയുന്നു, നീ തളർന്നു പോകാഞ്ഞത് അറിയുന്നു, എന്റെ നാമനിമിത്തം നീ അനുഭവിച്ചതെല്ലാം ഞാൻ അറിയുന്നു. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. ഒന്നാമത് ദൈവം പറയുന്നത്, ഞാൻ എല്ലാം അറിയുന്നു. നീ ഇതുവരെയും വന്നതെല്ലാം ഞാൻ അറിയുന്നു. ഇതുവരെയും നീ ആയിരുന്നതൊക്കെയും ഞാൻ അറിയുന്നു. നീ ആദ്യ ആലയത്തിൽ വന്നപ്പോഴും ഇപ്പോൾ നീ ആലയത്തിലേക്ക് വന്നപ്പോഴും എന്താണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതമെന്ന് വളരെ വ്യക്തമായിട്ട് ദൈവം അറിയുന്നു. ആ ദൈവം പറയുന്നു, ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞു. എന്നാൽ അതിലേക്ക് മടങ്ങി വരുവാൻ, ഒന്ന്, നീ എവിടെയാണ് വീണത് എന്ന് നീ ഓർക്കണം. രണ്ട്, നീ മാനസാന്തരപ്പെടണം. മൂന്ന്, ആദ്യത്തെ പ്രവൃത്തികളെ ചെയ്യണം. നീ ലോകത്തിൽ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്താലും, ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നീ അനുസരിച്ചാലും, ഈ മൂന്ന് കാര്യങ്ങൾ നീ ചെയ്തില്ല എങ്കിൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, ഞാൻ നിന്നെ നീക്കിക്കളയും. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിച്ചിട്ട്, ദൈവത്തെ വിശ്വസിച്ചിട്ട്, ദൈവത്തെ അനുഗമിച്ചിട്ട് ദൈവസന്നിധിയിൽ നിന്ന് തള്ളപ്പെട്ടു പോകുവാൻ ഒരിക്കലും ഇടവരരുത്. ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു, ഞാൻ നിലവിളക്ക് അതിൻ്റെ നടുവിൽ നിന്ന് നീക്കിക്കളയും. അപ്പോൾ ദൈവം നമ്മെ ഈ ആലയത്തിൽ നിർത്തിയിരിക്കുന്നത് ദൈവത്തോട് ചേർന്ന് ആദ്യ വിശ്വാസത്തോടുകൂടെ, ആദ്യ സ്നേഹത്തോടുകൂടെ, ആദ്യത്തെ പ്രവൃത്തികളോടുകൂടെ ദൈവത്തെ അനുഗമിക്കേണ്ടതിന് വേണ്ടിയാണ്. അല്ല എങ്കിൽ ദൈവം നീക്കിക്കളയും. ഹല്ലേലൂയ. ദൈവം നീക്കിക്കളയും. അത് ഈ ആലയത്തിൽ നിന്ന് നീക്കിക്കളയും, സ്വർഗരാജ്യത്തിൽ നിന്ന് നീക്കിക്കളയുമെന്ന്
ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും വീട്ടിൽ പോയിരുന്ന് വായിച്ച് മനസ്സിലാക്കുക, ദൈവം ആരെയാണ് സ്നേഹിക്കുന്നത്. ഒന്ന്, ഈ വീഴ്ചകൾ പറ്റി എന്ന് ഓർത്ത് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുന്നവരെ അവൻ സ്നേഹിക്കുന്നു. രണ്ട്, മാനസാന്തരപ്പെടുന്നവരെ അവൻ സ്നേഹിക്കുന്നു. മൂന്ന്, ആദ്യത്തെ പ്രവൃത്തികളെ ചെയ്യുന്നവരെ അവൻ സ്നേഹിക്കുന്നു. ഇന്ന് ആദ്യത്തെ പ്രവൃത്തികൾ നമുക്ക് എത്ര പേർക്കുണ്ട്? ദൈവത്തിൻ്റെ ആലയത്തിൽ ആദ്യം അധ്വാനിപ്പാനും എല്ലാത്തിനും വളരെ സന്തോഷത്തോടുകൂടി നിന്നതായിട്ടുള്ള നമുക്ക് പായമടക്കി വയ്ക്കുവാനും അടിച്ചു വാരുവാനും പാത്രം കഴുകുവാനും അതുപോലെ വാഹനങ്ങൾ നിയന്ത്രിക്കുവാനും അനേക കാര്യങ്ങൾ ഈ ആലയത്തിൽ പലരും ചെയ്യുന്നുണ്ടല്ലോ. എന്നാൽ ഇന്ന് നാം ചെയ്യുന്നത് എപ്രകാരമാണ്? നാം അകന്നാണോ ജീവിക്കുന്നത്? അതോ ദൈവം പറഞ്ഞതുപോലെയാണോ നാം പ്രവർത്തിക്കുന്നത്? അല്ല എങ്കിൽ ദൈവം നിലവിളക്ക് അതിൻ്റെ നടുവിൽ നിന്ന് നീക്കിക്കളയും. ആദ്യത്തെ പ്രവൃത്തികളെ ചെയ്യുക. ദൈവം ആഗ്രഹിക്കുന്നത് അത് മാത്രമാണ്. അല്ല ഞാൻ വരികയും അതിന്റെ നിലയിൽ നിന്ന് നിലവിളക്ക് നീക്കുകയും ചെയ്യും. നിലവിളക്ക് നീക്കുകയും ചെയ്യും. എന്നാൽ മടങ്ങി വരുവാൻ ഒരവസരമുണ്ട്. മീഖാ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. മീഖാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 11 വരെയുള്ള വാക്യം. ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും. ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും. എന്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. ഞാൻ എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. ഇന്ന് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കുക. രണ്ട്, യഹോവയെങ്കിലേക്ക് നോക്കുക. അവൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ ഒരു നാളും ലജ്ജിച്ചു പോവുകയില്ല. രണ്ട്, ദൈവത്തിൻ്റെ സമയത്തിനായി ദൈവത്തിൻ്റെ ഇഷ്ടത്തിനായി കാത്തിരുന്നാൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമല്ലാതെ യാതൊരു ദോഷവും വരികയില്ല. ഇവിടെ എഴുതിയിരിക്കുന്നത് ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. എന്റെ രക്ഷയുടെ ദൈവത്തിനായി ഞാൻ കാത്തിരിക്കും. എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും. എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും. അപ്പോൾ നാം വീണിരിക്കുന്നു എങ്കിൽ നാം ആദ്യത്തെ പ്രവൃത്തികളെ വിട്ട് മാറിയിരിക്കുന്നു എങ്കിൽ യഹോവയെങ്കിലേക്ക് നീ നോക്കുക. രണ്ട്, യഹോവയുടെ സമയത്തിനായി നീ കാത്തിരിക്കുക. എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. അതിന്റെ താഴ്ത്ത വാക്യത്തിൽ വായിക്കുന്നത്, എന്റെ ശത്രുവായവളെ എന്നെ ചൊല്ലി സന്തോഷിക്കരുത്. വീണു എങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. ഹല്ലേലൂയ. വീണു എങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. ഇന്ന് നാം പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ, ഞാൻ വീണ്ടും എഴുന്നേറ്റ് നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ എന്നെ സഹായിക്കണമേ. ഇപ്പോൾ ഞാൻ വീണിരിക്കുകയാകുന്നു, ഞാൻ നിന്നെ വിട്ട് മാറിയിരിക്കുകയായിരുന്നു. നിങ്കലേക്ക് എന്നെ മടക്കി വരുത്തണമേ. വീണ്ടും എഴുന്നേൽക്കുവാൻ, നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ, നിന്റെ പൊന്നുനാമ മഹത്വത്തിനായി ദിനം ശോഭിപ്പാൻ നിന്റെ കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആ വിശ്വാസത്തോടുകൂടി വേണം ഇന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ. ഇവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ വീണു എങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. രണ്ട്, ഞാൻ ഇരുട്ടത്തിരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായിരിക്കും. 11 വരെ വായിക്കാം. യഹോവ എന്റെ വ്യവഹാരം നടത്തി എനിക്ക് ന്യായം പാലിച്ചു തരുവോളം ഞാൻ അവന്റെ ക്രോധം വഹിക്കും. ഇവിടെ വായിക്കുന്നത്, ഇന്ന് ഞാൻ ആയിരിക്കുന്ന ഈ അവസ്ഥയ്ക്ക് കാരണം ഞാനാണ്. ഇന്ന് ഈ വീഴ്ചയ്ക്ക് കാരണം ഞാനാണ്. ദൈവത്തെ കുറ്റം പറയുന്നില്ല, മനുഷ്യനെ കുറ്റം പറയുന്നില്ല, ആരെയും കുറ്റം പറയുന്നില്ല. എൻ്റെ വീഴ്ചയ്ക്ക് കാരണം ഞാനാണ്. അതാണ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത്. ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും. എനിക്ക് വീഴ്ചകൾ വന്നു, എനിക്ക് തെറ്റുകൾ വന്നു. ഞാൻ വീണ് കിടക്കുന്നതായിട്ടുള്ള ഇടത്തു നിന്ന് ഞാൻ എൻ്റെ ദൈവത്തിങ്കിലേക്ക് ഞാൻ നോക്കുകയാണ്. രണ്ട്, എൻ്റെ ദൈവത്തിൻ്റെ സമയത്തിനായി ഞാൻ കാത്തിരിക്കുകയാണ്.
വീണു എങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. എന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്റെ തെറ്റുകളെല്ലാം ക്ഷമിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നെ മടക്കി വരുത്തുന്ന ഒരു ദൈവമുണ്ട്. എനിക്ക് മടങ്ങി വരുവാൻ ആഗ്രഹമുണ്ട് എങ്കിൽ എന്നെ മടക്കി വരുത്തുവാൻ മതിയായ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തോട് ചേർന്ന് ഞാൻ ആയിരിക്കുന്നു. ഞാൻ വീണു എങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. അപ്പോൾ വീണല്ലോ എന്നോർത്ത് വ്യാകുലപ്പെടേണ്ട. മടങ്ങി വരുവാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. തെറ്റുകൾ ക്ഷമിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുവാൻ ഒരുക്കുന്ന ഒരു ദൈവമുണ്ട്. മാനസാന്തരം നൽകുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ പാപങ്ങളെല്ലാം സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് ഇട്ട് കളയുന്ന ഒരു ദൈവമുണ്ട്. നീ വിശ്വസിക്കണം. വീണു എങ്കിലും ഞാൻ എഴുന്നേൽക്കും. എന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. അവിടെ വായിക്കുന്നത് ഞാൻ വീണു എങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. ഞാൻ ഇരുട്ടത്തിരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായിരിക്കും. ഒന്ന്, വീണാൽ അവിടെ നിന്ന് എന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് ഇരുട്ടിലായിരിക്കുന്നു, എന്നാൽ വെളിച്ചമായി എന്നോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട്. അതിന്റെ താഴത്തെ വാക്യത്തിൽ യഹോവ എന്റെ വ്യവഹാരം നടത്തി എനിക്ക് ന്യായം പാലിച്ചു തരുവോളം ഞാൻ അവന്റെ ക്രോധം വഹിക്കും. ഞാൻ അവനോട് പാപം ചെയ്തുവല്ലോ. ഞാൻ അവനോട് പാപം ചെയ്തുവല്ലോ. ഇന്ന് ഈ ഒരു വാക്കാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഞാൻ അവനോട് പാപം ചെയ്തുവല്ലോ. ദൈവമേ, നിന്നോട് ഞാൻ പാപം ചെയ്തു. അതാണ് ദാവീദ് പറയുന്നത്, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വ പ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ. എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. കാരണം നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളതെല്ലാം ഞാൻ ചെയ്തിരിക്കുന്നു. ഇന്ന് ദൈവസന്നിധിയിൽ പറയുവാൻ ആർക്കാണ് മനസ്സുള്ളത്? ഇന്ന് നമ്മോട് എല്ലാവരോടുമാണ് ഈ വചനം പറയുന്നത്. ആദ്യ വിശ്വാസമില്ല, ആദ്യ പ്രവൃത്തിയില്ല, ആദ്യ സ്നേഹമില്ല, ആദ്യത്തെ ആരാധനയില്ല, ആദ്യത്തെ പ്രാർത്ഥനയില്ല, ആദ്യത്തെ ദൈവത്തോട് ചേർന്നിരിക്കുന്നതായിട്ടുള്ള അനുഭവങ്ങളില്ല. അകന്ന് ദൈവസന്നിധി വിട്ടകന്ന് ഒരുപാട് ദൂരത്തായിരിക്കുന്നു. എന്നാൽ വീണു എങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. ഇരുട്ടത്തിരുന്നാലും എനിക്ക് വെളിച്ചമായി നീയിരിക്കും. കാരണം ഞാൻ നോക്കുന്നത് യഹോവയെങ്കിലേക്കാണ്. ഞാൻ കാത്തിരിക്കുന്നത് എൻ്റെ ദൈവത്തിന്റെ സമയത്തിനായിട്ടാണ്. എനിക്ക് വേണ്ടി വ്യവഹാരം നടത്തുന്ന ദൈവം എന്നോട് കൂടെയുണ്ട്. ഞാൻ ദൈവത്തിന്റെ ക്രോധം വഹിക്കുക തന്നെ ചെയ്യും. കാരണം ആ കോപത്തിന് അർഹനാണ് ഞാൻ. കാരണം ഞാൻ നിന്നോട് പാപം ചെയ്തവളാണ്, എന്നാൽ ചെയ്തവനാണ്. അതിന്റെ താഴത്തെ വാക്യത്തിൽ അവൻ എന്നെ വെളിച്ചത്തിലേക്ക് പുറപ്പെടുവിക്കുകയും ഞാൻ അവന്റെ നീതി കണ്ട് സന്തോഷിക്കുകയും ചെയ്യും. എന്റെ ശത്രു അത് കാണും. നിന്റെ ദൈവമായ യഹോവ എവിടെ എന്ന് എന്നോട് പറഞ്ഞവളെ ലജ്ജ മൂടും. ഹല്ലേലൂയ. പരിഹസിക്കുന്നവരുടെ മുമ്പാകെ, നിന്ദിക്കുന്നവരുടെ മുമ്പാകെ നിന്നെ ഉയർത്തുന്നവനാണ് ദൈവം. മടങ്ങി വരുവാൻ മനസ്സുണ്ടെങ്കിൽ ഹല്ലേലൂയ, കളിയാക്കിയവരുടെ മുമ്പാകെ, പരിഹസിച്ചവരുടെ മുമ്പാകെ നിന്നെ വീണ്ടും എഴുന്നേൽപ്പിച്ച് നിർത്തുന്നവനാണവൻ. ഹല്ലേലൂയ. അതിന്റെ 18ാമത്തെ വാക്യം കൂടി വായിക്കാം. 18 മുതൽ 20 വരെയുള്ള വാക്യം. അകൃത്യം ക്ഷമിക്കുകയും തന്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവമാരുണ്ട്. അകൃത്യങ്ങളെ ക്ഷമിക്കുന്ന, കരുണയുള്ള, അതിക്രമങ്ങളെല്ലാം മോചിക്കുന്ന നിന്നോട് സമനായ ദൈവമാരുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് അകൃത്യങ്ങളെ മോചിക്കുന്ന ദൈവത്തിന്റെ അടുക്കിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. പാപങ്ങളെല്ലാം ക്ഷമിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ അടുക്കിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. കരുണയുള്ള ദൈവത്തിന്റെ അടുക്കിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. ഞാൻ വീണു പോയി എന്നുള്ള
തോന്നൽ നിനക്കുണ്ടെങ്കിൽ കരുണയുള്ള ദൈവം എല്ലാം നിന്നോട് ക്ഷമിക്കുന്നവനാണ്. ഇവിടെ എഴുതിയിരിക്കുന്നത് അകൃത്യം ക്ഷമിക്കുകയും തന്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ. അവൻ എന്നേക്കും കോപം വെച്ചുകൊള്ളുകയില്ല. ദയയിലല്ലോ അവന് പ്രസാദമുള്ളത്. അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും. ഹല്ലേലൂയ. അതാണ് ദൈവസന്നിധിയിൽ പ്രവാചകൻ പറയുന്നത്, വീണ്ടും കരുണ കാണിക്കും. ഇന്ന് ഈ വചനം നമുക്ക് നൽകിയിരിക്കുന്നത് അവൻ കരുണയുള്ളത് കൊണ്ടാണ്. ഈ വചനം ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്നത് മാനസാന്തരപ്പെടേണ്ടതിന് വേണ്ടിയാണ്. ഇന്ന് ദൈവസന്നിധിയിൽ ഈ വചനം നമുക്ക് നൽകിയിരിക്കുന്നത് ഒരു മടങ്ങി വരേണ്ടതിന് വേണ്ടിയാണ്. ഇന്ന് ഈ വചനം നമുക്ക് നൽകിയിരിക്കുന്നത് ദൈവത്തിങ്കലേക്ക് അടുത്തു വരേണ്ടതിനാണ്. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, എന്നോട് അടുത്തു വരുവിൻ, എന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരും. 2, കർത്താവിന്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. എനിക്ക് തെറ്റ് വന്നില്ല, എനിക്ക് കുറ്റങ്ങൾ വന്നില്ല എന്നുള്ളതല്ല. ഞാൻ പാപിയാകുന്നു, എനിക്ക് തെറ്റുകൾ വന്നുപോയി. എൻ്റെ പാപനിമിത്തമാണ് ഞാൻ വീണ് കിടക്കുന്നത്. എൻ്റെ പാപനിമിത്തമാണ് ഞാൻ ഇരുട്ടിലായിരിക്കുന്നത്. എൻ്റെ പാപനിമിത്തമാണ് എൻ്റെ പ്രവൃത്തികളെല്ലാം മാറിപ്പോയിരിക്കുന്നത്. എൻ്റെ പാപനിമിത്തമാണ് സ്നേഹമില്ലാതെയായി പോയിരിക്കുന്നത്. എന്നാൽ വീണ്ടും എഴുന്നേൽപ്പിക്കുന്ന ദൈവമേ, നീ എന്നെ എഴുന്നേൽപ്പിക്കണമേ. ഞാൻ നിങ്ങളിലേക്ക് നോക്കുന്നു. എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കുവാൻ നിന്നെ പോലെ മറ്റാരുമില്ല. നിന്നോട് സദൃശനായവൻ ആരുമില്ല. നീ മാത്രമാണ് ദൈവം. നീ മാത്രമാണ് സ്നേഹിക്കുന്നവൻ. നീ മാത്രമാണ് കരുണയുള്ളവൻ. നീ മാത്രമാണ് പാപങ്ങളെല്ലാം ക്ഷമിക്കുന്നവൻ. അതുകൊണ്ട് ഞാനിതാ നിന്റെ അടുക്കലേക്ക് കടന്നു വന്നിരിക്കുന്നു. അതിന്റെ താഴത്തെ വാക്യത്തിലേക്ക് വരാം. അവൻ എന്നേക്കും കോപം വെച്ചുകൊള്ളുന്നില്ല. ദയയിലല്ലോ അവന് പ്രസാദമുള്ളത്. അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും. നമ്മെ മറന്നു കളയുന്നവനല്ല, നമ്മെ കൈവിടുന്നവനല്ല, നമ്മെ ഉപേക്ഷിക്കുന്നവനല്ല, വീണ്ടും കരുണ കാണിക്കുന്നവനാണ്. ഹല്ലേലൂയ. അവന് ഇന്ന് നാം ഈ ആലയത്തിൽ കടന്നു വരുവാനുള്ള കാരണം അവൻ വീണ്ടും വീണ്ടും നമ്മോട് കരുണ കാണിച്ചത് കൊണ്ടാണ്. എന്നാൽ തെറ്റിൽ നിന്ന് മടങ്ങി വരുവാനും ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുവാനും ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. കാരണം അവൻ നമ്മെ അത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഈ വചനം നമ്മെ ഇന്ന് പഠിപ്പിക്കുന്നത് അവൻ എന്നെയും നിങ്ങളെയും അത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. കാരണം അവന്റെ സന്നിധി വിട്ട് പോകുവാൻ ഇടവരാതിരിക്കേണ്ടതിനും, നമ്മുടെ നിലവിളക്ക് അതിൻ്റെ നടുവിൽ നിന്ന് നീക്കിക്കളയാതിരിക്കേണ്ടതിനും, ന്യായവിധിയിലേക്ക് നമ്മെ തള്ളിക്കളയാതിരിക്കേണ്ടതിനും അവൻ നമ്മെ ആഴമായി സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ വായിച്ചു കേട്ടത് അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും. നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയും. നമ്മുടെ അകൃത്യങ്ങളെല്ലാം അവൻ ചവിട്ടിക്കളയും. അവരുടെ പാപങ്ങളെയൊക്കെയും നീ സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് നീ ഇട്ടുകളയും. ഹല്ലേലൂയ. ഇതിനപ്പുറമായി എന്താണ് നമുക്ക് വേണ്ടത്? കരുണ കാണിക്കുന്ന ദൈവമുണ്ട്, നിലവിളി കേൾക്കുന്നൊരു ദൈവമുണ്ട്. നമ്മുടെ പാപങ്ങളെല്ലാം സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് ഒരിക്കലും പൊങ്ങി വരാതെ വണ്ണം താഴ്ത്തിക്കളയുന്ന ഒരു ദൈവമുണ്ട്. കടും ചുമപ്പായിരിക്കുന്ന പാപങ്ങളെല്ലാം ഹിമം പോലെ വെളുപ്പിക്കുന്നൊരു ദൈവമുണ്ട്. രക്താംബരം പോലെ ചുമപ്പായിരുന്നാലും അതിനെ പഞ്ഞി പോലെ ആക്കി തീർക്കുന്ന ഒരു ദൈവമുണ്ട്. ഇവിടെ യിരെമ്യാ പ്രവാചകൻ പറയുന്നു, യിരെമ്യാ പ്രവാചകൻ ഇപ്രകാരം വായിക്കുന്നു, യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തണമേ. ഹല്ലേലൂയ. യിരെമ്യാവിന് മനസ്സിലായി. യിരെമ്യാവ് പറയുകയാണ്, വീണെടുത്തു നിന്ന് ഞങ്ങളെ എഴുന്നേൽപ്പിക്കുവാൻ, ഈ മഹാപാപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിപ്പാൻ, നിനക്ക് അനിഷ്ടമായ പ്രവൃത്തിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിപ്പാൻ, ഞങ്ങളുടെ താഴ്ചയിൽ നിന്ന് ഞങ്ങളെ കരകയറ്റുവാൻ സർവശക്തനായ ദൈവമേ, നീ മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഹല്ലേലൂയ. ഞങ്ങൾ ആശ്രയം വെച്ചവരെല്ലാം ഞങ്ങളെ വിട്ടുപോയി. ഞങ്ങൾ നിന്നിൽ നിന്ന് ഏറെ അകന്ന് ഇന്ന് ഞങ്ങളായിരിക്കുന്നു.
എന്നാൽ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തണമേ, നിങ്കലേക്ക് മടക്കി വരുത്തണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം നൽകണമേ. ഞങ്ങൾ പണ്ടത്തെ പോലെ ഒരുമിച്ചായിരിക്കാൻ, ഒരുമിച്ച് ആരാധിപ്പാൻ, ദൈവത്തോട് ചേർന്നിരിപ്പാൻ, ദൈവത്തിന്റെ മഹത്വത്തിനായി തീരുവാൻ, ഞങ്ങളുടെ തെറ്റുകളെല്ലാം വിട്ടുകളയുവാൻ, ഞങ്ങൾ നിന്റെ സന്നിധിയിൽ ആദ്യത്തെ പ്രവൃത്തികളെ ചെയ്യുവാൻ, മാനസാന്തരപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിന്റെ വചനത്തിൽ ദാവീദ് പ്രകാരം പറയുന്നു, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. നമ്മുടെ ജീവിതത്തിൽ അനേകം പ്രവൃത്തികൾ ഉണ്ടായിരിക്കാം, അനേക കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു എന്ന് പറയുവാൻ നമുക്കുണ്ടായിരിക്കാം. എന്നാൽ രക്ഷയുടെ സന്തോഷം ലഭിക്കണമെങ്കിൽ അത് മടങ്ങി വരുന്നവർക്ക് മാത്രമേ ലഭിക്കൂ. ഹല്ലേലൂയ. അതെല്ലാം മനസ്സിലാക്കിയ ദാവീദ് പറയുന്നു, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് നൽകണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ നീ താങ്ങണമേ. അപ്പോൾ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ നൽകണം. അപ്പോൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷമുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമാധാനമുണ്ടോ? നമുക്ക് ദൈവസ്നേഹമുണ്ടോ? എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു, പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിന് എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. ഹല്ലേലൂയ. എനിക്ക് ആ സന്തോഷം തിരികെ തരണമേ. പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ഞങ്ങൾക്ക് നൽകണമേ. അപ്രകാരം പ്രാർത്ഥിക്കുന്നവരെല്ലാം കരങ്ങളെല്ലാം ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിന് എന്നിൽ നിന്ന് എടുക്കരുതേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് നൽകണമേ. അപ്രകാരം പ്രാർത്ഥിച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് വിലാപങ്ങളിലേക്കൊന്ന് മടങ്ങി വരാം. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തണമേ. ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തണമേ. നിങ്കലേക്ക് മടക്കി വരുത്തണമേ. എബ്രായ ലേഖനം 4-ാം അധ്യായം അതിന്റെ 14 മുതൽ 16 വരെയുള്ള വാക്യം കൂടി ഒന്ന് വായിക്കാം. എബ്രായ ലേഖനം 4-ാം അധ്യായം അതിന്റെ 14 മുതൽ 16 വരെയുള്ള വാക്യം. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. നമ്മുടെ ബലഹീനതകളെല്ലാം ക്ഷമിക്കുന്നവനാണ് ദൈവം, സഹതാപം കാണിക്കുന്നവനാണ് ദൈവം. കാരണം പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനാണവൻ. അതുകൊണ്ട് അവൻ കരുണ കാണിക്കുന്നവനാണ്. അതിന്റെ താഴത്തെ അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തോട് അടുത്ത് ചെല്ലുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് തത്സമയത്ത് കൃപ പ്രാപിപ്പാനും സഹായം ലഭിപ്പാനും ധൈര്യത്തോടെ കൃപാസനത്തോട് അടുത്ത് വരിക. ഇന്ന് ദൈവം ആഗ്രഹിക്കുന്നു കൃപാസനത്തോട് അടുത്ത് വരിക. ദൈവം ആഗ്രഹിക്കുന്നു ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക. ഇന്ന് ദൈവത്തിൻ്റെ ആലയം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു കൃപാസനം നമുക്ക് നൽകിയിരിക്കുന്നു. ഈ കൃപാസനത്തിലേക്ക്, കൃപയുള്ള ദൈവത്തിങ്കിലേക്ക് അടുത്തു വരിക. ഇന്ന് ദൈവത്തോടടുത്ത് വന്നാൽ ദൈവം നമ്മുടെ അടുക്കിലേക്ക് വരും. എവിടെ നിന്നാണോ വീണത് അവിടെ എഴുന്നേൽപ്പിച്ച് നിർത്തുന്നവനാണ് ദൈവം. ഇന്ന് പ്രവൃത്തികളെല്ലാം, സ്നേഹത്തിൻ്റെ പ്രവൃത്തികളെല്ലാം നഷ്ടപ്പെട്ടു എങ്കിൽ ആ സ്നേഹത്തിൻ്റെ പ്രവൃത്തികളിലേക്കെല്ലാം മടക്കി വരുത്തുവാൻ ദൈവം ശക്തനാണ്. കാരണം അവൻ കരുണയുള്ളവനാണ്. ഹല്ലേലൂയ. ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല,
പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനാണ് നമുക്കുള്ളത്. അതുകൊണ്ട് കൃപ ലഭിപ്പാനും സഹായം ലഭിപ്പാനും തത്സമയത്തുള്ള കൃപ പ്രാപിപ്പാനുമായി ധൈര്യത്തോടെ കൃപാസനത്തോട് അടുത്ത് വരിക. ഇന്ന് ദൈവസന്നിധിയിൽ ആദ്യം നാം പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ തെറ്റുകളാണ്. എന്നിട്ട് വേണം നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ മടക്കി വരുത്തേണമേ, നിങ്കലേക്ക് മടക്കി വരുത്തേണമേ. 2, ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം തരണമേ. മുടിയനായ പുത്രനെ പോലെ നിന്റെ കൃപാസനത്തോട് ഞങ്ങളിത് അടുത്തു വരുന്നു. ഞങ്ങളുടെ തെറ്റുകളെല്ലാം ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ ബലഹീനതകളെല്ലാം ക്ഷമിക്കണമേ. നിന്നെ പോലെ ക്ഷമിക്കുന്ന നിന്നോട് സദൃശ്യനായ മറ്റൊരുവനില്ലല്ലോ. എല്ലാം അറിയുന്നു കർത്താവേ. ഞാൻ വീണിരിക്കുന്നത് എൻ്റെ പാപനിമിത്തമാകുന്നു. എൻ്റെ തെറ്റുകളെല്ലാം ക്ഷമിക്കണമേ. എന്നെ നീ എഴുന്നേൽപ്പിക്കണമേ. ആദ്യ വിശ്വാസത്തിലേക്ക് എന്നെ വരുത്തണമേ. ആദ്യ സ്നേഹത്തിലേക്ക് എന്നെ മടക്കി വരുത്തണമേ. പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ഞങ്ങൾക്ക് നൽകണമേ. ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ സഹായിക്കണമേ. സ്നേഹത്തിലൂടെ കാണുവാനും ദൈവസ്നേഹത്തിലെല്ലാം ചെയ്യുവാനും നിന്റെ സ്വഭാവം ഞങ്ങൾക്ക് നൽകണമേ. വക്രത നിറഞ്ഞതായിട്ടുള്ള ഈ പാപലോകത്തിൽ നീ വിളിച്ച് വേർതിരിച്ച നിന്റെ ജനമായി നിന്റെ പൊന്നുനാമ മഹത്വത്തിനായി ദിനം ശോഭിപ്പാൻ ഞങ്ങളെ നീ ഇവിടുന്ന് സഹായിക്കണമേ. ആത്മാവിന്റെ ശക്തിയോടെ ജീവിപ്പാൻ, ആത്മ നൽവരങ്ങൾ നിത്യം പ്രകാശിപ്പാൻ, നിന്റെ ആത്മദായക നിന്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിപ്പാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവരെല്ലാം കരങ്ങളെ ഉയർത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും മുഴങ്ങാലിൽ നിൽക്കാം. നമുക്കൊരു വരി ഇപ്രകാരം പാടാം. സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, ദൈവസ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ, സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, ദൈവസ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ, എന്നിൽ നിൻ സ്വഭാവം പകരണമേ. ദിവ്യ തേജസ്സാൽ എന്നെ നിറയ്ക്കണമേ. എന്നിൽ നിൻ സ്വഭാവം പകരണമേ. തെറ്റുകളെല്ലാം ഓർത്ത് ദൈവസന്നിധിയിൽ നമുക്ക് പാടാം. ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണം. നിന്റെ സന്നിധിയിൽ നിന്ന് തള്ളിക്കളയരുത്. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കണമേ. നിന്റെ രക്ഷയുടെ സന്തോഷത്തിലേക്ക് തിരികെ തരണമേ. നാം ഇതിനെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. ഏതിൽ നിന്ന് വീണ്ടിരിക്കുന്നതെന്ന് ഓർക്കുവാൻ മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തികളെ ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. നിന്റെ ആദ്യ സ്നേഹം വിട്ടു കളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനോ ആ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ എന്നെ സഹായിക്കണം. എന്നെ സഹായിക്കണം. വക്രത നിറഞ്ഞ പാപലോകത്തിൽ നീ വിളിച്ചു വേർതിരിച്ച നെഞ്ചനം, വക്രത നിറഞ്ഞ പാപലോകത്തിൽ നീ വിളിച്ചു വേർതിരിച്ച നെഞ്ചനം, നിന്റെ പൊന്നുനാമ മഹത്വത്തിനായി ദിനശോഭിപ്പാൻ കൃപ നൽകണമേ. നിന്റെ പൊന്നുനാമ മഹത്വത്തിനായി ദിനശോഭിപ്പാൻ കൃപ നൽകണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ. പ്രിയനേ, തിരുനാമമുയർന്നിടട്ടെ. തീർന്നിടണമേ പ്രിയനേ, തിരുനാമമുയർന്നിടട്ടെ. എല്ലാം അങ്ങേ മഹത്വത്തിനായി. അപ്രകാരം പ്രാർത്ഥിച്ചവരെല്ലാം വചനമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീരണമേ. എൻ്റെ മഹത്വത്തിന് വേണ്ടിയല്ല,
എൻ്റെ പുകഴ്ചയ്ക്ക് വേണ്ടിയല്ല. ഞാനായിരിക്കുന്നത് എൻ്റെ ദൈവത്തിൻ്റെ മഹത്വത്തിനും എൻ്റെ ദൈവത്തിൻ്റെ പുകഴ്ചയ്ക്ക് മാത്രമായി തീരുവാൻ എന്നെ സഹായിക്കണമേ, എന്നെ സഹായിക്കണമേ. അങ്ങനെ പ്രാർത്ഥിച്ചവരെല്ലാം വചനമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തെറ്റുകളെല്ലാം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് നാം എവിടെയാണ് വീഴ്ച വന്നത് എന്ന് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും എഴുന്നേൽക്കാം. അല്പസമയം ഇന്ന് കേൾപ്പിച്ചതായിട്ടുള്ള വചനത്തെ മുൻനിർത്തിക്കൊണ്ട് ഇന്ന് പറഞ്ഞതായിട്ടുള്ള വചനങ്ങളെല്ലാം നിങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എന്നെ അറിയുന്ന ദൈവമേ, എൻ്റെ എല്ലാ പ്രവൃത്തികളും അറിയുന്ന ദൈവമേ, ഇതുവരെയും ഞാൻ ആയിരുന്നതെല്ലാം അറിയുന്ന ദൈവമേ, ആദ്യ സ്നേഹം ഞാൻ വിട്ടുകളഞ്ഞു, എന്നോട് ക്ഷമിക്കണമേ. ആ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തണമേ. മാനസാന്തരപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആദ്യത്തെ പ്രവൃത്തികളെ വീണ്ടും ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പാപനിമിത്തമാണ് വീണത് ദൈവമേ, എന്നാൽ ഞങ്ങളതെല്ലാം ഏറ്റുപറയുന്നു. നിന്റെ ക്രോധം വഹിപ്പാൻ ഞങ്ങളിതാ നിന്റെ സന്നിധിയിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളെ നീ എഴുന്നേൽപ്പിക്കണമേ. ഞങ്ങൾ നിങ്കിലേക്ക് കണ്ണുകളെ ഉയർത്തുന്നു. ഞങ്ങൾ ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കുന്നു. ഞങ്ങളെ സഹായിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളടയ്ക്കാം. കണ്ണുനീരോടുകൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവം പണ്ടത്തെ പോലെ ഒരു നല്ല കാലം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം.
ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നന്ദിയോട് നിന്നെ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങൾക്ക് വീണ്ടും ഒരു ദിവസം കൂടി ദാനമായി നൽകി അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. ഞങ്ങളുടെ തെറ്റുകളെല്ലാം കാണുവാനും നിൻ്റെ മുമ്പാകെ ഏറ്റു പറയുവാനും നിങ്കിലേക്ക് മടങ്ങി വരുവാനും ഞങ്ങൾക്കൊരവസരം കൂടി നൽകിയ അവിടുത്തെ സ്നേഹത്തിനായി നന്ദിയോട് നിന്നെ സ്തുതിക്കുന്ന കർത്താവേ, ഞാൻ നിങ്ങളൊരു നാളും അറിയുന്നില്ല എന്നുള്ള ശബ്ദം കേൾക്കുവാൻ ഞങ്ങൾക്ക് ഇടവരാതെ വണ്ണം നല്ലവനും വിശ്വസ്തനുമായുള്ള ദാസനെ എന്നുള്ള ശബ്ദം കേൾക്കുവാൻ ദൈവമേ നീ ഇവിടുന്ന് സഹായിക്കുമാറാകണമേ. ഞങ്ങളെ ഏൽപ്പിച്ചതായിട്ടുള്ള താലന്തുകൾ വിശ്വസ്തയോടുകൂടെ വ്യാപാരം ചെയ്യുവാൻ തക്കവണ്ണം ദൈവമേ നീ ഇവിടുന്ന് സഹായിക്കുമാറാകണമേ. നിൻ്റെ വാക്കിന് വലയിറക്കുവാൻ ഞങ്ങളെ നീ ഇവിടുന്ന് സഹായിക്കുമാറാകണമേ. ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മാനസാന്തരപ്പെടുവാൻ ആദ്യത്തെ പ്രവൃത്തികളെ ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. എന്നെങ്കിലേക്ക് ഞങ്ങളുടെ കണ്ണുകളെ ഉയർത്തുന്ന കർത്താവേ, ഞങ്ങൾ വീണുവെങ്കിലും ഞങ്ങളെ എഴുന്നേൽപ്പിക്കുവാൻ നീ ഞങ്ങളോടുകൂടി ഇരിക്കുന്ന കൃപയ്ക്കായി നന്ദിയോട് നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളിൽ വന്നതായിട്ടുള്ള അനേകമായിട്ടുള്ള പാപങ്ങൾ സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് എറിഞ്ഞു കളയുവാൻ ദൈവമേ അങ്ങേക്ക് മനസ്സാകുമാറാകണമേ. നിന്നോട് ചേർന്നുകൊണ്ട് നിൻ്റെ പൊന്നുനാമ മഹത്വത്തിനായി ശോഭിപ്പാൻ ഞങ്ങളെ നീ ഇവിടുന്ന് സഹായിക്കണമേ. നിൻ്റെ സാന്നിധ്യം എപ്പോഴും കൂടെ ഇരിക്കുമാറാകണമേ. ദൈവമേ, നിൻ്റെ വചനത്തെ അനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ തെറ്റുകളെല്ലാം നീ ഇവിടുന്ന് ക്ഷമിക്കുമാറാകണമേ. ദൈവസ്നേഹത്തിലെല്ലാം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിൻ്റെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുമ്പോൾ എൻ്റെ ശിഷ്യന്മാരെന്ന് ലോകമറിയുമെന്നുള്ള വചനം പോലെ ദൈവമേ ഞങ്ങൾ സ്നേഹമുള്ളവരായി തീരുവാൻ ദൈവമേ നിൻ്റെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. വീഴ്ചകളെല്ലാം ഞങ്ങളോട് ക്ഷമിക്കണമേ. തെറ്റുകളെല്ലാം ഞങ്ങളോട് ക്ഷമിക്കണമേ. മഹത്വത്തിനാക്കി നീ ഇവിടുന്ന് തീർക്കണമേ. നിൻ്റെ കൃപാസനത്തിലേക്ക് സഹായത്തിനായി ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. ഞങ്ങളുടെ യാചനകളെല്ലാം കേട്ട് മറുപടി നൽകുവാൻ അങ്ങേക്ക് മനസ്സാകണമേ. ബലഹീനതകളിൽ സഹതാപം കാണിക്കുന്നവനായിട്ടുള്ള ദൈവമേ, ഞങ്ങളുടെ കുറവുകളെല്ലാം ക്ഷമിച്ച് ആശീർവദിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും ഇരിക്കാം. കരിമ്പയിൽ നിന്ന് വന്നിരിക്കുന്ന രാജേട്ടൻ മുമ്പിലേക്ക് കടന്നു വന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം.